പല നിറത്തിലും പല ഗുണത്തിലുമുള്ള മനുഷ്യരുള്ളതുപോലെ പല വിഭാഗത്തിൽപ്പെട്ടതായ മത്സ്യങ്ങൾ സമുദ്രജലത്തിലും ഉണ്ട്. ഇതുപോലെ ഭൂമി നിറഞ്ഞിരിക്കുന്നു, സമുദ്രവും നിറഞ്ഞിരിക്കുന്നു. അവ തല ഉയർത്തി വാനത്തിലേക്ക് നോക്കിയാൽ സൂര്യനുണ്ട്, അതുപോലെ സൂര്യഗണത്തിൽപ്പെടുന്നതായ സൂര്യനെ പോലെ ശോഭിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്, അതുപോലെ ഉൽക്കകളുണ്ട്, ചന്ദ്രനുണ്ട്, അങ്ങനെ ആകാശവും നിറഞ്ഞിരിക്കുന്നു. തിരുവചനം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നു. ആകാശം സ്തോത്രം നിറഞ്ഞതാണ്, ഭൂമി നിറഞ്ഞതാണ്, സമുദ്രം നിറഞ്ഞതാണ്. ഇതൊക്കെ ദൃശ്യമണ്ഡലങ്ങളാണ്. എന്നാൽ ദൃശ്യമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം, നിങ്ങളാരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം, ആകാശം ഭൂമി സമുദ്രം മുഴുവൻ ദൃശ്യമണ്ഡലം ദൈവം സൃഷ്ടിച്ചതുപോലെ അദൃശ്യമണ്ഡലവും ദൈവം സൃഷ്ടിക്കുകയുണ്ടായി. ആരും നഗ്ന നേത്രം കൊണ്ട് ആറ്റം കണ്ടിട്ടില്ല, പ്രോട്ടോൺ കണ്ടിട്ടില്ല, അതുപോലെ സ്തോത്രം ഇലക്ട്രോൺ കണ്ടിട്ടില്ല. സ്തോത്രം അതെല്ലാം അദൃശ്യ മണ്ഡലത്തിലുള്ളതിനെയും ദൈവമായ കർത്താവ് സൃഷ്ടിക്കുകയുണ്ടായി. ദൃശ്യമായത് ദൈവം സൃഷ്ടിച്ചു, അദൃശ്യമായത് ദൈവം സൃഷ്ടിച്ചു. അതുപോലെ അദൃശ്യ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി കാണുന്നതായ കാര്യാദികളാണ് സ്തോത്രം ദൂതന്മാർ എന്ന് പറയുന്നത്, അതുപോലെ ദുരാത്മാക്കൾ എന്ന് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പകലും വെളിച്ചവും എന്നതുപോലെ അദൃശ്യ മണ്ഡലത്തിൽ രണ്ട് മണ്ഡലങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം ദൂതന്മാരുടെ മണ്ഡലങ്ങളും ദുരാത്മാക്കളുടെ മണ്ഡലങ്ങളും. ദൂതന്മാരെ ദൈവം വിന്യസിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി, ദൈവമായ കർത്താവ് സ്തോത്രം അസെൻഡിങ് ഓർഡറിൽ, ഉയർച്ചയുടെ അതേ ശ്രേണിയിൽ, അസെൻഡിങ് ഓർഡറിൽ ഉയർച്ചയുടെ ശ്രേണിയിൽ ദൂതവൃന്ദങ്ങളെ ദൈവമായ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു. സ്തോത്രം വലിയ ഭൂഖണ്ഡങ്ങളെ, അതുപോലെ ജോഗ്രഫിക്കൽ ഏരിയാസിനെ, വലിയ ഭൗമമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നതായ സ്തോത്രം ദൂതന്മാരുണ്ട്. അതിന് താഴെ രാജ്യങ്ങളെ വാഴേണ്ടതിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാർ ഉണ്ട്. സ്തോത്രം ഇസ്രായേൽ ഉൾപ്പെടെയുള്ളതായ സകല രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന, അതേ സംരക്ഷിപ്പാനായി ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്. അതിൻ്റെ കീഴിൽ സ്തോത്രം സ്റ്റേറ്റിൻ്റെ മേൽ, സംസ്ഥാനങ്ങളെ മേൽ, പട്ടണങ്ങളെ മേൽ, നമ്മുടെ ചുറ്റുപാടുകളെ മേൽ ഒക്കെ നിയന്ത്രിക്കുന്ന ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിലുപരിയായി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മണ്ഡലം മാറുകയാണ്. രക്ഷിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ അവസ്ഥ മാറുകയാണ്. കാരണം നിങ്ങളുടെ പൗരത്വം മാറുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. നിങ്ങൾക്കറിയാം, ഒരിക്കൽ കൂടെ നന്നായി പറഞ്ഞാട്ടെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. സ്വർഗത്തിൽ നമ്മുടെ പൗരത്വമായാൽ പിന്നെ ആ സെക്കൻഡ് മുതൽ, ആ വെരി സെക്കൻഡ് മുതൽ നമ്മളെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. കാരണം സ്വർഗത്തിൽ ദൈവമുണ്ട്. സ്വർഗത്തിൽ ദൈവമുള്ളത് കൊണ്ട് ദൈവം കൽപ്പിച്ചാക്കുന്നതായ ദൈവദൂതന്മാർ ഓരോ വ്യക്തികളുടെ ചുറ്റുമുണ്ട്. കുറഞ്ഞത് 2 ദൂതന്മാരെന്ന് എബ്രായലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. അപ്പോൾ സ്തോത്രം ദൈവദൂതന്മാർ രക്ഷിക്കപ്പെട്ടതായ ഒരു ദൈവപൈതലിൻ്റെ ചുറ്റും സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ ഒക്കെ സംരക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ദൈവിക ശ്രേണിയിൽ ദൈവം ഈ ലോകത്തെ മാനവജാതിയെ ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കടന്നു വരുന്നതായ സാത്താൻ പണ്ടേ മനുകുലത്തെ തകർത്ത് കളഞ്ഞേനെ. അപ്പോൾ നിയന്ത്രിക്കുന്നതാരാണ്? സാത്താനല്ല നിയന്ത്രിക്കുന്നത്. പ്രകൃതിയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സാഹചര്യങ്ങളല്ല. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സാഹചര്യങ്ങൾക്കല്ല. കാരണം നിങ്ങൾ സാഹചര്യങ്ങൾക്ക് കീഴിലല്ല ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, നിങ്ങൾ സാഹചര്യത്തിന് മീതിയാണ് ജീവിക്കുന്നത്. സാഹചര്യത്തിന് മീതിയാണ് ജീവിക്കുന്നത്. അർത്ഥം, സാഹചര്യം നിങ്ങളെ ജയിക്കുന്നില്ല, പകരം സകല സാഹചര്യങ്ങളെ നിങ്ങൾ ജയിക്കുന്നവരാണ്. കൈയടിക്കുക, നിങ്ങൾ നേരെ കൈയടിച്ചാണ്. ഹല്ലേലൂയ. എത്ര വെല്ലുവിളി, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളെ ജയിക്കുന്നില്ല, പകരം സാഹചര്യങ്ങളിലെ നിങ്ങൾ ജയിക്കുന്നവരാണ്. സ്വാത്മമണ്ഡലം എന്ന് പറയുന്ന ഒരു ശ്രേണിയെ, ഒരു നിരയെ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഉണ്ടായി, ദൈവത്തിൻ്റെ ദൂതന്മാർ വിവിധ നിരയിൽ ഉള്ള വിവിധ ശ്രേണിയിൽപ്പെട്ടതായ ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് കാണുവാൻ ഗുണം കഴിയും. അതോടൊപ്പം തന്നെ 2 പുസ്തകങ്ങളിൽ നിന്ന്, പുതിയ നിയമത്തിലെ 2 പുസ്തകങ്ങളിൽ നിന്ന്
ഫാളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാർ എന്നൊരു കൂട്ടരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. വീണുപോയ ദൂതന്മാർ എന്ന് പറയുന്ന ഒരു ദൂതഗണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ലൂസിഫറിനെ ദൈവം വെട്ടി എറിഞ്ഞു കളഞ്ഞപ്പോൾ അവൻ്റെ കൂടെ വീണതായ 1 ദൂതന്മാരുണ്ട്. എന്നാൽ അതിനുശേഷം സ്തോത്രം, അതിനുശേഷം അതെ മനുഷ്യപുത്രിമാർ സുന്ദരിമാർ എന്ന് പറഞ്ഞിട്ട് അതെ ഇറങ്ങി വന്നതായ ദൂതന്മാരെയും നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിലും ആ റെഫറൻസസ് ഞാൻ വീണ്ടും പറയും. യൂദയുടെ ലേഖനത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. തങ്ങളുടെ വാസസ്ഥലം കാത്തുകൊള്ളാതെ വീണുപോയതായ ദൂതന്മാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. തങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്നതായ സ്ഥാനത്തെ, അതെ ആ സ്ഥാനത്തെ ദൈവം തങ്ങൾക്ക് കൊടുത്തിരുന്നതായ പ്രത്യേക വാസസ്ഥലത്തെ കാത്തുകൊള്ളാതെ വീണുപോയതായ ദൂതന്മാർ. അതിനർത്ഥം എന്ന് പറയുന്നത് ദൈവകൃപയാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതായ ഒരു പ്രയോറിറ്റി ഉണ്ട്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ സഭ ആകുന്ന ദൈവസഭ ദൈവരാജ്യത്തെക്കാൾ ചെറുതാണ്, ദൈവരാജ്യം ദൈവസഭയേക്കാൾ വലുതാണ്. ഒരിക്കൽ കൂടെ മനസ്സിലായോ? ദൈവസഭ ദൈവരാജ്യത്തെക്കാൾ വലുതല്ല, ദൈവരാജ്യമാണ് ദൈവസഭയേക്കാൾ വലുതായിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിലാണ് ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ആ ദൈവരാജ്യത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് വല്ലവരുടെ ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നരകത്തിലെ മുഴുവൻ ഭൂതങ്ങളും ഭൂമിയിലെ സകല മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് വടം വലിച്ചാലും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചു താഴെ ഇടുവാൻ കഴിയത്തില്ല. കേട്ട് പറഞ്ഞാലോ രാമേൻ പറഞ്ഞേ. സ്തോത്രം. ഞാനാകട്ടെ നിങ്ങളാകട്ടെ നരകത്തിലെ സകല ഭൂതങ്ങളും ലോകത്തിലെ സകല മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് ഓണത്തിന് കാണാത്ത വലിയ വടംവലി മത്സരം നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ വലിച്ചിടാൻ കഴിയത്തില്ല. സെയിം ടൈം ആ സ്ഥാനത്തെ ഒരു സെക്കൻഡ് കൈപ്പിഴ കൊണ്ട് നിങ്ങൾക്ക് സ്തോത്രം നഷ്ടപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ ദൈവം കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്തെ സംരക്ഷിക്കേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. ഒരിക്കൽ കൂടെ, ദൈവം കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ സ്ഥാനത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അവർ കാരണം ഞാൻ വളർന്നില്ല, ഇവർ കാരണം ഞാൻ എസ്റ്റാബ്ലിഷ് ആയില്ല, മറ്റവരെൻ്റെ അവസരം അടച്ചു, ഇവരെനിക്ക് വേണ്ടി വാതിൽ തുറന്നില്ല, ഇവരെനിക്ക് കസേര ഇട്ടില്ല എന്നൊക്കെ ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ എത്തത്തില്ല. കാരണം എനിക്ക് ഒരു ദൈവത്തെ അറിയാം. അവൻ മലകളം നിൽക്കുന്നവനാണ്, അവൻ വാതിലുകളെ തുറക്കുന്നവനാണ്, അവൻ വഴികളെ നിർമ്മിക്കുന്നവനാണ്, അവൻ ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നവനാണ്. അപ്പോൾ അവരെനിക്ക് വേണ്ടി വാതിൽ തുറന്നില്ല, ഇവരെനിക്ക് വേണ്ടി വഴി ഒരുക്കിയില്ല, മറ്റവരെ എനിക്ക് വേണ്ടി അവസരം തന്നില്ല. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം അവരിലാണ്, നിങ്ങളുടെ വിശ്വാസം അവരിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, അവരുണ്ടായിരുന്നെങ്കിൽ, ഇവർ ചെയ്തിരുന്നെങ്കിൽ, മറ്റവർ സഹായിച്ചിരുന്നെങ്കിൽ, ഇവരെ കൈത്താങ്ങൽ തന്നില്ലെങ്കിൽ. ഞാൻ പറയട്ടെ, ഇവരിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. സ്തോത്രം. ഇല്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ കരുതുന്നവൻ ദൈവമാണ്. അപ്പം നിങ്ങളുടെ സ്ഥാനത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ പ്രൈമറി ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എക്വിപ്പ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിറയുമോ അത്രത്തോളം ദൈവാത്മാവിൽ നിങ്ങൾ നിറയുക. എത്രത്തോളം ദൈവവചനം നിങ്ങൾക്കുണ്ടോ, ദൈവവചനം എത്രത്തോളം നിങ്ങൾ ഫില്ല് ചെയ്യാമോ, ദൈവവചനത്താൽ നിങ്ങൾ നിറയാമോ അത്രത്തോളം നിങ്ങൾ നിറയുക. 100 കണക്കിന് പ്രാവശ്യം പറഞ്ഞാലും തീരാത്തതാണ്. യോസഫേ, നിന്റെ സ്റ്റോർ ഹൗസിൽ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ, നിന്റെ സ്റ്റോർ ഹൗസിൽ ധാന്യമുണ്ടെങ്കിൽ രാജ്യങ്ങൾ കൂടിയിരിക്കും. നിന്നെ തേടി രാജ്യങ്ങൾ വന്നിരിക്കും. നിനക്ക് ദൈവവചനമുണ്ടോ? നിനക്ക് പ്രാർത്ഥനയുണ്ടോ? നിനക്ക് വചനമുണ്ടോ? നിനക്ക് അഭിഷേകമുണ്ടോ? വചനമുണ്ടോ? അഭിഷേകമുണ്ടോ? വചനമുണ്ടെങ്കിൽ നിന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. യേശു കർത്താവ് ജനിച്ചു, ബെത്ലഹേമിൽ ജനിച്ചു, നസ്രയത്തിൽ വളർന്നു. പക്ഷേ ഇടയ്ക്ക് വന്നത് ഈജിപ്തിൽ നിന്നാണ്. എന്താണ് ഈജിപ്തിൽ നിന്ന് എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പറഞ്ഞത്? ഈജിപ്തിന് എൻ്റെ കർത്താവിന് ഒരു മധുര പ്രതികാരം ചെയ്യാനുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 2 ലക്ഷത്തിലധികം കുട്ടികളെയാണ്, ആദ്യജാതന്മാരെയാണ്, അല്ലെങ്കിൽ എബ്രായ കുഞ്ഞുങ്ങൾ, സ്തോത്രം, എബ്രായ കുട്ടികളെയാണ് നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളഞ്ഞത്. അപ്പോൾ ഒത്തിരി യഹൂദ കുട്ടികളെ, എബ്രായ ബാലന്മാരെ സ്തോത്രം കൊന്നുകളഞ്ഞതായ സ്ഥലമാണ് ഏത്? സ്തോത്രം, ഈജിപ്റ്റ് ഒത്തിരി എബ്രായ കുട്ടികളെ തകർത്ത് കളഞ്ഞതായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അതുവഴി ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് വരാം. യവന് മുമ്പ് പോയ ഒത്തിരി എണ്ണം അവിടെ തകർക്കപ്പെട്ടു. പക്ഷേ യവനെ തൊടാൻ പുളിക്കും, യവനെ തൊടാൻ പറ്റത്തില്ല. ആ യേശുവാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്.
Come on, hallelujah. So എത്ര ഡാർക്ക് ആൻഡ് പ്രിൻസിപ്പാലിറ്റി ആയാലും, എത്ര അന്ധകാര ശക്തികളുണ്ടെങ്കിലും, എത്ര ഗൂഢാലോചനക്കാരുണ്ടെങ്കിലും, എത്ര നിങ്ങൾ വളർത്തത്തില്ല, തഴപ്പിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളാണെങ്കിലും, യേശു ഉണ്ടോ? പുറത്ത് വന്നിരിക്കും, വളർന്നിരിക്കും, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിരിക്കും. അതുകൊണ്ട് പ്ലീസ് ഈ സൈഡിൽ നോക്കി മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്യുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിയിട്ട് അവരെ എനിക്ക് അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നു. നോ, നിനക്കൊന്നും തോന്നല്ല. നീ വിശ്വസിക്കേണ്ടത് തോന്നലുകളല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഒരിക്കൽ കൂടെ, തോന്നലുകൾ, ഊഹാഭോഗങ്ങളിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് റിയാലിറ്റിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, തോന്നലുകൾ പറയല്ലേ, പറഞ്ഞാട്ടെ. തോന്നലുകളല്ല, റിയാലിറ്റി, വെളിപ്പാടിലാണ് സഭയെ ദൈവം പണിയുന്നത്, അല്ലാതെ തോന്നലുകളല്ല. തോന്നലുകൾ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാം. തോന്നലുകൾ വരുന്ന ഒരു സ്ഥലം നമ്മളെ ഇവിടെ അടുത്ത തോന്നലുകൾ വരുന്ന, തോന്നക്കലിൻ്റെ കാര്യമല്ല. കമോൺ, തോന്നലുകൾ, ഏറ്റവും കൂടുതൽ തോന്നലുകൾ ഉയരുന്ന ഒരു സ്ഥലം ഇവിടെയല്ല, ഇവിടെ നിന്ന് കുറച്ചപ്പുറത്ത് മാറി പേരൂർക്കടയ്ക്ക് കുറച്ചപ്പുറത്ത് മാറി ഊളംപാറ എന്ന് പറയും. ഏറ്റവും കൂടുതൽ തോന്നലുകൾ വരുന്നത് മാനസിക രോഗികൾക്കാണ്. അതുകൊണ്ട് അരവട്ടിലും മുഴുവെട്ടിലും അല്ല ജീവിക്കേണ്ടത്. സ്തോത്രം, വെളിപ്പാടിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കൈയടിച്ചാലും ശരി, കൈയടിച്ചില്ലെങ്കിൽ ശരി, നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ചിരിച്ചാലും ശരി, ചിരിച്ചില്ലെങ്കിലും ശരി, നിങ്ങൾ വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, നിങ്ങൾ ദശാംശം കൊടുത്താലും ശരി, ഇല്ലെങ്കിലും ശരി, സ്തോത്രം എന്ത് ചെയ്താലും എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കേണ്ടത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പ്രൊവൈഡ് ഞാൻ ട്യൂണ്ടാണെങ്കിൽ. കാരണം നമ്മൾ ആശ്രയിക്കേണ്ടത് വ്യക്തികളല്ല, സാഹചര്യങ്ങളല്ല, പാസ്റ്ററിലല്ല, പാതിരിയിലല്ല, ചർച്ച സെക്രട്ടറിയിലല്ല, ഡീക്കന്മാരിലല്ല, ഡീമനിലല്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ്. എന്താ തുറച്ചു നോക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ? അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ നോക്കി അവർ ശരിയല്ല, ഇവർ ശരിയല്ല, മറ്റവർ ശരിയല്ല. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എത്രത്തോളം ദൈവാത്മാവിൽ നിറയാമോ, ഇത് അലമാരയിൽ വെക്കാതെ ഇത് ഹൃദയത്തിൽ വെക്ക്. നിങ്ങൾക്ക് വചനമുണ്ടോ, നിങ്ങൾക്ക് അഭിഷേകമുണ്ടോ, നിങ്ങൾ ദൈവകൃപയാൽ വളർന്നിരിക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞു ഡീമോണോളജിയാണ് എൻ്റെ സബ്ജക്റ്റ് ഇന്നത്തെ. സ്തോത്രം. അതേ തലക്കെട്ട് ഞാൻ കൊടുക്കാൻ പറഞ്ഞു, ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ദുരാത്മാക്കൾ എന്നുള്ളതാണ്. സ്തോത്രം. ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ദുരാത്മാക്കൾ. നിങ്ങളുടെ മാസ്റ്റർ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കുക. ആ പുള്ളിയുടെ അടുത്ത് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുഴപ്പം, നിങ്ങളുടെ കുഴപ്പം, മേടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം. ദുരാത്മാക്കൾ, ഈവിൾ സ്പിരിറ്റ്. ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്നത് ഈവിൾ സ്പിരിറ്റ്. എങ്ങനെയാണ് ഈവിൾ സ്പിരിറ്റ് ഉണ്ടായത്? എങ്ങനെയാണ് ദുരാത്മാക്കൾ ഉണ്ടായത്? സ്തോത്രം. പല തിയറികൾ ഉണ്ടായിരിക്കും, പല ചിന്താഗതികൾ ഉണ്ടായിരിക്കും. എന്നാൽ തിയറി പറയാൻ, സിദ്ധാന്തങ്ങൾ പറയാനല്ല ഞാൻ വന്നത്, ചിന്താഗതികൾ പറയാനല്ല ഞാൻ വന്നത്. ചർച്ചിൻ്റെ പുൽപ്പിറ്റിൽ നിന്ന് ഉയരേണ്ടത് ഊഹാഭോഗങ്ങളല്ല. ഒരിക്കൽ കൂടെ, ചർച്ചിൻ്റെ പുൽപ്പിറ്റിൽ നിന്ന് ഉയരേണ്ടത് സിദ്ധാന്തങ്ങളല്ല, ചർച്ചിൻ്റെ പുൽപ്പിറ്റിൽ നിന്ന് ഉയരേണ്ടത് ചിന്താഗതികളല്ല. അർത്ഥം, നിങ്ങൾ ജീവിക്കേണ്ടത് ചിന്താഗതികളിലല്ല, നിങ്ങൾ ജീവിക്കേണ്ടത് സിദ്ധാന്തങ്ങളിലല്ല, തിയറിയിലല്ല. നിങ്ങൾ ജീവിക്കേണ്ടത് ദൈവവചനം എന്ന ദൈവത്തിൻ്റെ വെളിപ്പാടിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അനുമാനങ്ങളെയും സിദ്ധാന്തങ്ങളെയും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സ്തോത്രം വചനത്തിൽ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. സോ ദൈവദൂതന്മാരെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പേര് തന്നെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂപരപ്പിൽ ഉള്ളതിനേക്കാൾ കോടാനുകോടി ദൂതന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ഏറ്റവും കുറഞ്ഞത് 12 തരത്തിലുള്ള ദൂതന്മാർ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ദൈവം സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ വിന്യസിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥന. നേരത്തെ ഗബ്രിയേലേ എനിക്കിത് മിഖായേലേ എൻ്റെ വാഴക്കുല സൂക്ഷിക്ക് എന്ന് നിങ്ങൾക്കൊരിക്കലും പറവാൻ കഴിയത്തില്ല. നിങ്ങൾ ദൂതനോടല്ല പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പറയേണ്ടവനോടാണ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനോടാണ് പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തൻ്റെ തലവാക്യം പറഞ്ഞ് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവൻ ദൂതനല്ല, ദൂതൻ അയക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അപ്പോൾ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് സർവജ്ഞാനിയായ ദൈവത്തിന് നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ദൈവദൂതന്മാർ സ്തോത്രം അതേ ദൂതന്മാരെ വിന്യസിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്നാമത് ദൈവത്തിന് ദൂതന്മാരുണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്
വീണുപോയതായ ദൂതന്മാരുണ്ട്. വീണുപോയതായ ദൂതന്മാർ. സ്തോത്രം. ഈ വീണുപോയതായ ദൂതന്മാർ, അതെ, മത്തായി സുവിശേഷം 24 അധ്യായം 36 വാക്യത്തിൽ സ്തോത്രം യേശു കർത്താവ് ഭൂതങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. സ്തോത്രം. മത്തായി സുവിശേഷം ലൂക്കോസ് വിശേഷം 24:36, ലൂക്കോസ് 24:36 കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം ഭൂതങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്നവർക്ക് തോന്നി. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഭൂതത്തെ കാണുന്നു എന്ന് തോന്നി. 38 വാക്യം, അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്. 39, ഞാൻ തന്നെ ആകുന്നു, എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ട് നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും ആസ്തിയും ഇല്ലല്ലോ. അണ്ടർലൈൻ ചെയ്താട്ടെ, എന്നെ കാണുന്നത് പോലെ എന്നില്ല. ദൂതന്മാർക്ക് തത്തുല്യമായ ശരീരമാണ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമുക്കുണ്ടാകുന്നത് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ദൂതന്മാർക്ക് തത്തുല്യമായ ശരീരം അല്ലെങ്കിൽ സ്വർഗീയ ശരീരമാണ് ദൈവം നൽകുന്നത്. സ്തോത്രം. ആമേൻ. റിസറക്ഷൻ ബോഡി. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ബോഡിയെ നോക്കിയാട്ടെ. സ്തോത്രം. അതെ, എന്താണ്? എന്നെ തൊട്ട് നോക്കുമെൻ. അപ്പോൾ തൊട്ട് അറിവാൻ കഴിയുന്നതായ ഒരു ശരീരം. കമാൻ. തൊട്ട് അറിവാൻ കഴിയുന്നതായ ഒരു ശരീരം. അവണ്ണമുള്ള ഒരു ശരീരമാണ് കർത്താവ് ദൈവകൃപയാൽ സ്വർഗീയ ശരീരമായി നമുക്ക് നൽകുവാൻ പോകുന്നത്. പക്ഷേ അതേ സമയത്ത് ഞാൻ പറഞ്ഞു, ദൂതന്മാർ 2 വീണുപോയ ദൂതന്മാരുണ്ട്. 3 ഈവിൾ സ്പിരിറ്റ്, 3 ദുരാത്മാക്കളുണ്ട്. ദുരാത്മാവെന്ന് പറയുന്നവൻ അവൻ എന്തില്ല? അവന് ശരീരമില്ല. ദൂതന്മാർക്ക് ശരീരമുണ്ട്. സ്തോത്രം. അതെ, ദൂതന്മാർക്ക് ശരീരമുണ്ട്. പക്ഷേ ദുരാത്മാക്കൾക്ക് എന്തില്ല? പറമക്കളെ, ശരീരം ഇല്ല. ദുരാത്മാക്കൾക്ക് ശരീരം ഇല്ല. സ്തോത്രം. പ്രത്യേകിച്ച് മനസ്സിലായി. അപ്പോൾ ദൂതന്മാർക്കുള്ളതായ ശരീരം എന്ന് പറയുന്നത് സ്വർഗീയ ശരീരമാണ്. സെലസ്റ്റീവ് ബോഡിയാണ് അല്ലെങ്കിൽ സ്വർഗീയ ശരീരമാണ്. അപ്പോൾ ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. ദൈവം അവരെ അയക്കുകയാണ്. സെഖര്യാവിൻ്റെ അടുക്കലേക്ക് ദൂതനെ അയച്ചു, മറിയയുടെ അടുക്കലേക്ക് ദൂതനെ അയച്ചു, കൊർന്നല്യോസിൻ്റെ അടുക്കലേക്ക് ദൂതനെ അയച്ചു. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കുമ്പോൾ ഉണർവ് എന്ന് പറയുന്നതായ ഒരു പാക്കേജ് എടുത്ത് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം നിങ്ങൾ വായിക്കണം. എന്നിട്ട് ആദിമ ശിഷ്യന്മാർ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ സ്തോത്രം ആദ്യം മുതൽ എഴുതണം. 1 അവരനുഭവിച്ച ഐക്യത. 2 തങ്ങളുടെ നടുവിൽ നിന്ന് മത്യാസ് പോയി. അവൻ പോയെങ്കിൽ പോട്ടെ, നമ്മൾ മാത്രം മതി. നോ. പകരം ഒരാളിനെ അവർ ഫില്ല് ചെയ്തു. കിട്ടിയില്ല. അടുത്ത ആഴ്ച ഞാൻ വന്നിട്ട് ബാക്കി പറയാം. സ്തോത്രം. അപ്പോൾ അത് അവരുടെ അനുഭവമായിരുന്നു. 3 അന്യഭാഷ പറഞ്ഞു. ആൻഡ് സോൺ. അവരനുഭവിച്ച സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻസ് മുഴുവൻ, അവർ അനുഭവിച്ച പ്രകൃത്യാതീതമായ കാര്യാദികൾ മുഴുവൻ എഴുതിയാൽ അതിൻ്റെ പേരാണ് ഉണർവ്, അതിൻ്റെ പേരാണ് ദൈവിക ചലനം. അങ്ങനെയുള്ള 100 കണക്കിന് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദൂതന്മാരുമായിട്ടുള്ള എൻകൗണ്ടർ. കേട്ടോ? രാമേൻ പറഞ്ഞേ, ദൂതന്മാരുമായിട്ടുള്ള മുഖാമുഖം. ഇന്നും തിരുവനന്തപുരം പട്ടണത്തിൽ ദൂതന്മാർക്ക് ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിപ്പാൻ കഴിയും. പാലുകാരൻ നിൻ്റെ വീട്ടിൽ വന്നെങ്കിൽ, പോസ്റ്റ്മാൻ നിൻ്റെ വീട്ടിൽ വന്നെങ്കിൽ, കൊരിയർക്കാരൻ നിൻ്റെ വീട്ടിൽ വന്നെങ്കിൽ, പോലീസുകാർ വരാതിരിക്കട്ടെ, ആംബുലൻസ് വരാതിരിക്കട്ടെ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൂതന്മാർക്ക് ഇന്നും നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൽ ഇറങ്ങി നിൽപ്പാൻ കഴിയും. മീനിങ്, നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്നാൽ സ്തോത്രം നിശ്ചയമായിട്ടും ദൂതന്മാരെ നിങ്ങൾക്ക് കാണാം. ഈവൻ ഫിസിക്കലി കാണാൻ പറ്റും. കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ സെഷൻ നമ്മൾ കണ്ടത്. സ്തോത്രം. അതെ, അതിഥി സൽക്കാരത്തെക്കുറിച്ച് സ്തോത്രം എബ്രായലേഖനം 13 അധ്യായം 12 വാക്യം പറയുമ്പോൾ സ്തോത്രം, അതെ, സ്ട്രേഞ്ചേഴ്സിനെ സൽക്കരിച്ചു എന്നൊരു വാക്യം നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അബ്രഹാമിൻ്റെ ഭവനത്തിൽ മമ്രയുടെ തോപ്പിൽ 3 പുരുഷന്മാർ കടന്നു വന്നു. അബ്രഹാം സ്തോത്രം അവർക്ക് ഭക്ഷണം കൊടുത്തു. അബ്രഹാം അവർക്ക് എന്ത് കൊടുത്തു? ഭക്ഷണം കൊടുത്തു. അബ്രഹാം അവർക്ക് എന്ത് കൊടുത്തു? പറമക്കളെ, ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കൊടുത്ത് അവർ തിന്ന് തൃപ്തിയായപ്പോൾ തൊട്ടടുത്ത് അവർ പറഞ്ഞു, സ്തോത്രം, എന്താണ്, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിൻ്റെ അവസ്ഥ ഇതുപോലെയല്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അതൊരു സെലിബ്രേഷനാണ്, അതൊരു ലാമെൻറ്റേഷൻ അല്ല. കൊലച്ചോറ് കൊടുക്കാൻ വീട്ടിൽ ആരെയും വിളിച്ച് കയറ്റല്ല. അത് നിങ്ങൾക്ക് നല്ലതല്ലെന്ന് പുസ്തകം പറയുന്നു.
ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വീട്ടിൽ ദൂതന്മാർ വന്നിരുന്നപ്പോൾ സ്തോത്രം നിശ്ചയമായിട്ടും അത് ഒരു അനുഗ്രഹമായി ദൈവകൃപയാൽ തീർന്നു. ഓക്കെ, സ്തോത്രം. അപ്പോൾ ദൂതന്മാരുണ്ട്. 2 വീണുപോയ ദൂതന്മാരുണ്ട്. ഞാനത് വീണ്ടും പറയും. സ്തോത്രം. നമ്പർ 3, മൂന്നാമത് സ്തോത്രം, ദുരാത്മാക്കളുണ്ട്. പക്ഷേ ഇന്ന് രാത്രി നാം കേൾക്കുന്നത് എന്താണ് ഈ ദുരാത്മാക്കൾ? എവിടെ നിന്നാണ് ഈ ദുരാത്മാക്കൾ ഉണ്ടായത്? സ്തോത്രം. എന്താണ് ഈ ദുരാത്മാക്കൾ? എവിടെ നിന്നാണ് ഈ ദുരാത്മാക്കൾ ഉണ്ടായത് എന്നാണ് സ്തോത്രം ഈ രാത്രി നമ്മൾ കേട്ട് പ്രധാനമായി ദൈവകൃപയാൽ സ്തോത്രം ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ബൈബിൾ സ്റ്റഡിയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് സിദ്ധാന്തങ്ങൾ അവരിങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന ടെക്സ്റ്റുകൾ ഇങ്ങനെ പറയുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു സ്തോത്രം, ദുരാത്മ മണ്ഡലങ്ങളുമേൽ ജയമെടുത്ത് നിങ്ങൾ ജീവിക്കുകയും ദുരാത്മ മണ്ഡലങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടതായ ജനത്തെ വിടുതലിലേക്ക് നയിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ ചർച്ചിൻ്റെ പ്രയോറിറ്റി ഞാൻ പറയട്ടെ. ചർച്ചിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദുരാത്മാക്കൾക്കെതിരെ ജയമെടുത്ത് ദൈവകൃപയാൽ നമ്മൾ ജീവിക്കുന്നവരാകണം. നമ്പർ 2, ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? വിടുവിക്കുന്നവർ ആയിരിക്കണം. കാരണം അനോയിന്റിങ്ങിൽ, അഭിഷേകത്തിൽ, അല്ലെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ മുൻനിര ശുശ്രൂഷകൾ ഒന്നാണ് ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുരാത്മാക്കളുടെ മേലുള്ളതായ വിടുതൽ എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, വിടുതലിൻ്റെ ശുശ്രൂഷ. നമ്മൾ പല മീറ്റിങ്ങിന് ഇങ്ങനെ ഹെഡിങ് കാണാറുണ്ട്, വിടുതലിൻ്റെ ശുശ്രൂഷ. കാണുമ്പോൾ ചോദിക്കണം, എത്ര ഭൂതങ്ങൾ പോയി, അല്ലെങ്കിൽ ഭൂതബാധിതർ എത്ര പേർ വിടുവിക്കപ്പെട്ടു? സ്തോത്രം. ഭൂതങ്ങൾ അത് പോകുന്നതാണ് വിടുതലിൻ്റെ ശുശ്രൂഷ. യേശു കർത്താവ് 70 ശിഷ്യന്മാരെ അയച്ചു. യേശു കർത്താവ് 12 ശിഷ്യന്മാരെ അയച്ചു. 70 ശിഷ്യന്മാരെ അയച്ചപ്പോഴും 12 ശിഷ്യന്മാരെ അയച്ചപ്പോഴും കോമൺലി കർത്താവ് പറഞ്ഞതായ കാര്യമാണ്, കടന്നു പോകുമെന്ന് ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ അപ്പോസ്തലന്മാരെ അയച്ചപ്പോഴും ശിഷ്യന്മാരെ അയച്ചപ്പോഴും യേശു കർത്താവ് പറഞ്ഞതാണ്, ഭൂതങ്ങളെ പുറത്താക്കുവൻ. വീണ്ടും മർക്കോസ് 16:17 ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവരെ അടയാളം നടക്കും. ഇനി അപ്പോസ്തലന്മാർ മാത്രമല്ല, ശിഷ്യന്മാർ മാത്രമല്ല, വിശ്വസിക്കുന്നവരിൽ ഈ അടയാളം നടക്കും. മനസ്സിലായോ? വിശ്വസിക്കുന്നവരിലേക്ക് അടയാളം നടക്കും. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. ഭൂതങ്ങളെ പുറത്താക്കണം. ഒരിക്കലും ഭൂതങ്ങളെ മേലുള്ള അധികാരവും ഭൂതങ്ങളെ പുറത്താക്കുന്നതും പാസ്റ്റർമാരുടെ ജോലിയല്ല, അല്ലെങ്കിൽ VVIPകളായി ചെത്തി നടക്കുന്ന വലിയ പ്രാസംഗന്മാരുടെ ജോലിയല്ല. കോമൺ ബിലീവേഴ്സിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് മിറക്കിൾസും ഡെലിവറൻസും നടക്കണം. സാധാ വിശ്വാസികളിലൂടെ അസാധാരണമായ വിടുതലുകളും സൗഖ്യവും നടന്നിരിക്കണം എന്ന് പുസ്തകം പറയുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഒരാൾ ഭൂതത്തെ പുറത്താക്കിയ അയാളെ VIP ആണ്, അയാൾ ചർച്ചിൽ സൂപ്പർ സ്റ്റാറാണ്. നോ, അതൊരു കോമൺ തിങ് ആണ്. ഞാനല്ല പറഞ്ഞത്, കർത്താവാണ് പറഞ്ഞത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ എന്ത് നടക്കും? അവരുടെ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഒരിക്കൽ കൂടെ, വിശ്വസിക്കുന്നവരെ അടയാളം നടക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും. 2, പുതുഭാഷകളിൽ സംസാരിക്കും. അതേ, അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. മിക്കവാറും എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാത്തവർ അതേ പരിശുദ്ധാത്മാഭിഷേകം എമർജൻസിയായി പ്രാപിക്കണം. A for apple, B for ball, C for cat and D for doll എന്ന് പറഞ്ഞ് പിള്ളേര് സ്തോത്രം അതെ നഴ്സറി ക്ലാസ് ആരംഭിക്കുന്ന പോലെ, അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ ആരംഭിക്കുന്നത് പോലെയാണ് അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ പേരാണ് ആത്മീയം. നിങ്ങളുടെ ഏറ്റവും വലിയ എമർജൻസി നീഡാണ് അത്. അതുണ്ടെങ്കിൽ മാത്രമേ എത്തേണ്ടടുത്ത് നിങ്ങൾക്ക് എത്താൻ കഴിയത്തുള്ളൂ, പ്രാപിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ നടത്താൻ പറ്റത്തുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങൾ ഇഴയുന്നവരാണ്. കാലില്ലാത്തവൻ എങ്ങനെ നടക്കും? ചിറകില്ലാത്തവൻ എങ്ങനെ പറക്കും? ആത്മാവില്ലാത്തവൻ എങ്ങനെ ദൈവകൃപയിൽ വളരും? ഒരിക്കൽ കൂടെ, കാലില്ലാത്തവൻ നടക്കാൻ പറ്റില്ല. സ്തോത്രം. ചിറകില്ലാത്തവന് പറക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്തവന് ആത്മാവിൽ വളരുവാനും കഴിയത്തില്ല. അതുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ വളരുവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത്. ഹോളി സ്പിരിറ്റ് ഹെൽപ് മീ ലോർഡ്. സ്തോത്രം. തിരുവചനം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, അത് ഈവിൾ സ്പിരിറ്റ്, ദുരാത്മ മണ്ഡലങ്ങളുണ്ട്. ഈ ദുരാത്മ മണ്ഡലങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന അതിപ്രധാനപ്പെട്ടതായ പല തിയറികളുണ്ട്. അല്ലെങ്കിൽ തിരുവചനത്തിൽ എന്ന് പറയുന്നതിനേക്കാളും തിയോളജിയന്മാർ പറയുന്നതായ പല തരത്തിലുള്ളതായ തിയറികളുണ്ട്.
പക്ഷേ നമ്മൾ അവരും ഇവരും പറയുന്നതായ തിയറിയല്ല നമ്മൾ സ്തോത്രം വിശ്വസിക്കേണ്ടത്. പകരം ദൈവകൃപയാൽ കർത്താവ് എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒരുങ്ങേണ്ടത് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടാണ്. കേട്ട് ആമേൻ പറഞ്ഞേ. 2 എക്സാമ്പിൾ പറഞ്ഞേ ഞാൻ മുന്നോട്ട് പോട്ടെ. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് അവന് മോശി എന്ന് പേരിട്ടു. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത മോശയ്ക്ക് മോശി എന്ന് പേരിട്ടു. പിന്നെ അങ്ങോട്ട് പുള്ളി വെള്ളത്തിലൂടെ അങ്ങ് വിടുതൽ ആരംഭിച്ചു. ഏതാ വെള്ളത്തെ സ്തോത്രം രക്തമാക്കി വെള്ളത്തെ വിഭാഗിച്ചു. ആ മോശയുടെ വിടുതൽ അവനിൽ ഒതുങ്ങിയില്ല. പറ, 30 ലക്ഷത്തിൻ്റെ വിടുതലായി തീർന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഡെലിവറൻസ് നിങ്ങൾ പ്രാപിച്ചെങ്കിൽ അത് മദ്യത്തിൽ നിന്നായിരിക്കാം, അത് പുകവലികളിൽ നിന്നായിരിക്കാം, അത് മോഹത്തിൽ നിന്നായിരിക്കാം, അത് പാപത്തിൽ നിന്നായിരിക്കാം. ഏതെങ്കിലും സാഹചര്യം ഏതെങ്കിലും കാര്യാദികളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് സ്തോത്രം അതെ നിങ്ങളിലൂടെ 100,000 പേർ വിടുതൽ പ്രാപിക്കണം. ഒരു ചക്കക്കുരു കുഴിച്ചിടുമ്പോൾ ഉടമസ്ഥൻ്റെ ഹൃദയത്തിൽ കാണുന്നത് വലിയൊരു പ്ലാവാണ്. അതിൽ കായ്ച്ചെടുക്കുന്ന 100 കണക്കിന് 1000 കണക്കിന് ചക്കകളാണ് അദ്ദേഹം കാണുന്നത്. സ്തോത്രം. ഒരു മാങ്ങയുടെ വിത്ത് ഒരാൾ കുഴിച്ചിടുമ്പോൾ അദ്ദേഹം കാണുന്നത് 100,000 സ്തോത്രം മാങ്ങകൾ കായ്ക്കുന്ന വലിയൊരു മാവാണ്. ഇതുപോലെ ഒരു വിശ്വാസി ഒരു പൈതലിനെ വിടുവിക്കുമ്പോൾ ദൈവം കാണുന്നത് നിന്നിലൂടെ 100,000 പേർ വിടുതൽ പ്രാപിക്കണമെന്നുള്ളതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വിടുതൽ നിങ്ങൾ മാത്രം ഒതുങ്ങരുത്. ഇൻ ജീസസ് നെയിം. അപ്പോൾ ശിഷ്യന്മാരെ കർത്താവ് അയച്ചു വിടുവിച്ചു. അപ്പോസ്തലന്മാരെ കർത്താവ് അയച്ചു വിടുതലിന്റെ ശുശ്രൂഷ ചെയ്തു. ഉയർത്തതിൻ്റെ ശേഷം പറഞ്ഞു വിശ്വസിക്കുന്നവർ എല്ലാവരും ഈ അടയാളം നടക്കവരെല്ലാവരും വിടുതൽ പ്രാപിക്കുക, അവരെല്ലാവരും വിടുവിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നവർ ഈ അടയാളം നടക്കും. ഒന്നാമത് അവർ യേശുവിൻ നാമത്തിൽ എന്ത് ചെയ്യും? പുതുഭാഷകൾ സംസാരിക്കും. അതിന് മുൻപാണ് പറയുന്നത് ദുരാത്മാക്കളെ പുറത്താക്കുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. പിന്നെ വിശ്വസിക്കുന്നവരെ അടയാളം എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കുക. രണ്ടാമതാണ് പുതുഭാഷകൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്പർ 1 നടക്കേണ്ടത് ഏതാണ്? ഭൂതം പുറത്തു പോകണം. പിന്നെയാണ് അന്യഭാഷകൾ സംസാരിക്കുന്നത്. അല്ലാതെ ഭൂതം ഒരു സൈഡിൽ ഇരുന്നോട്ടെ, അതിൻ്റെ മീതെ നല്ല ആത്മാവ് വരും. നോ 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 നോ. ഭൂതം വിട്ടുപോകുമ്പോൾ, മാറേണ്ടത് മാറുമ്പോൾ, അശുദ്ധാത്മാവ് മാറുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. അശുദ്ധാത്മാവ് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. ഒരു യഥാർത്ഥ അനോയിന്റിംഗ് ഒരുവൻ്റെ മേൽ കടന്നു വരുമ്പോൾ മുഖങ്ങൾ തകർക്കപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:27-28 അനോയിന്റിംഗ് വിൽ ബ്രേക്ക് ദ യോക്ക്. മലയാള ബൈബിളിൽ പറയുന്നു പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളിനെ തൊടുമ്പോൾ ആ വ്യക്തിയുടെ മേലുള്ള ചങ്ങലകൾ മുഖങ്ങൾ ഒടയുന്നു. ആ ദുരാത്മാവിൻ്റെ കെട്ടുകൾ, ശാപം, അതേ നിരാശകൾ എക്സെട്ര അത് ഉടയുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം അവരെ നിറയ്ക്കുന്നു. ഈ അർജൻറ്റീനിയൻ റിവൈവൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. കാർലോസ് അനക്കോണ്ടിയുടെ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് 100 കണക്കിന് ആൾക്കാർ ഡെലിവറൻസ് ടെൻറ്റിൽ കടന്നു വന്ന് വിടുതലിൻ്റെ സ്തോത്രം അതേ ടെൻറ്റിൽ കൊണ്ടുവന്ന് അവരുടെ ദുരാത്മാക്കളെ പുറത്താക്കിയ ശേഷം ഉടനെ തന്നെ അവർ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൽ അവർ നിറയ്ക്കും. We definitely wanted to make something which we don't usually do at Bombay Shut Company. We'll have 3 models this time, which is quite new for us. After going through multiple locations, this is what we have finalized. It's a really interesting location. പരിശുദ്ധാത്മാവ് അതേ പോയിന്റ് ഞാൻ വീണ്ടും പറയുക. അപ്പോൾ ഒരാളിൽ നിന്ന് ഭൂതം പുറത്തു പോയാൽ വാക്വമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മമണ്ഡലത്തെ ഇടല്ല. ഒരിക്കൽ കൂടെ അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു വ്യക്തികളിൽ നിന്നും ദുരാത്മാവ് വിട്ടുപോയാൽ വേഗമായി അതെ ഒഴിഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ആത്മമണ്ഡലത്തെ ഇടല്. സ്തോത്രം. അതെ തിന്മ വിട്ടുപോയാൽ നന്മ കൊണ്ട് നിറയ്ക്കണം. ആമേൻ. തിന്മ വിട്ടുപോയാൽ നന്മ നിറയാം. നിരാശ പോയാൽ പ്രത്യാശ വരണം. ദുഃഖം പോയാൽ സന്തോഷം വരണം. ഹല്ലേലൂയ. വ്യാജം പോയാൽ സത്യം വരണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇല്ലാതെ ശൂന്യമായി ഇടരുത്. ശൂന്യമായി ഇട്ടാൽ ചുറ്റി നടക്കുന്ന ദുരാത്മ മണ്ഡലമുണ്ട്, അവൻ വന്ന് എക്യുപ്പേ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ എൻ്റെ ചുമ്മാ ഇരിക്കുന്നു, ചുമ്മാ കിടക്കട്ടെ. നോ 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 നോ. സ്തോത്രം. തരിശു ഭൂമിയായി ഇടല്ലേ, അല്ലെങ്കിൽ വരണ്ട ദേശമായിടല്ല. ഞാൻ ആ റെഫറൻസ് വീണ്ടും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. സ്തോത്രം. പകരം അതിനെ നല്ല ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ നിറയ്ക്കുക. സോ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിൽ ടീച്ചിങ് ഉണ്ട്, പ്രീച്ചിങ് ഉണ്ട്, പ്രൊഫസി ഉണ്ട്, അതുപോലെ തന്നെ അതിൽ ഡെലിവറൻസ് ഉണ്ട്. ഉദാഹരണമായി യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1 മുതൽ 3 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ മെശിഹായുടെ 9 തരത്തിലുള്ള ശുശ്രൂഷകളെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. മെശിഹ എന്ന് പറഞ്ഞാൽ അനോയിന്റഡ് വൺ. സ്തോത്രം. മെശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 41-42 വാക്യം അന്ത്രയോസ് പറയുന്നു, ഞങ്ങൾ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. മെശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. ശബ്ദം ഉയർത്തി പറഞ്ഞ അഭിഷിക്തൻ.
അഭിഷിക്തൻ. ഓറഞ്ച് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഓറഞ്ച് തിന്നിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ഒരു ഓറഞ്ച് പൊളിച്ചു നോക്കിയാൽ 9 ജ്യൂസി സെഗ്മെൻറ്റ് ഇരിക്കുന്നത് പോലെ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ തുറന്നു നോക്കിയാൽ അതിൽ 9 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതെന്തൊക്കെയാണ് 9 കാര്യങ്ങൾ? ധാരാളം കേട്ടിട്ടുണ്ട്. സ്തോത്രം. അതെ, എന്താണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. അതിലൊന്നാണ് ബദ്ധന്മാരെ വിടുവിക്കുന്നു. ബദ്ധന്മാരെ വിടുവിക്കുന്നു. സെറ്റിംഗ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ. സെറ്റിംഗ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ. സ്തോത്രം. അത് തന്നെയാണ് ഡെലിവറൻസ് മിനിസ്ട്രി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രി എൻ്റെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം ഇതായിരിക്കണം. 5 പോയിന്റ് 7 പോയിന്റ് തള്ളലല്ല, കെട്ടുകൾ അഴിയണം, ചങ്ങല ഉടയണം, നുഖങ്ങൾ തകരണം, ഭൂതബാധിതർ സ്വതന്ത്രരാകണം. യേശുവിൻ്റെ ശുശ്രൂഷയിൽ നടന്നു, ഭൂതബാധിതർ സ്വതന്ത്രരായി. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ നടന്നു, ഭൂതബാധിതർ സ്വതന്ത്രരായി. സുവിശേഷകനായ ഫിലിപ്പോസ് ശമരിയയിൽ പോയപ്പോൾ നടന്നു, ഭൂതങ്ങൾ വിട്ടുപോയി. എവിടെയാണോ സ്തോത്രം ചർച്ച സ്ഥാപിച്ചത്? യൂറോപ്പ് തുറന്നത് എങ്ങനെയാണ്? പൗലൂസ് ഇവനെയും വാക്കെന്ന് പറഞ്ഞു നടന്നപ്പോൾ വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തിന് ഈർപ്പാൻ കഴിഞ്ഞില്ല, അത് വിട്ടുപോയി. സോ ഒരു ഉപമാനമായി ഞാൻ പറയട്ടെ, സ്തോത്രം. കാടും വലിയ പടപ്പും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന വലിയൊരു ഏരിയ, വലിയൊരു പറമ്പൊന്ന് ചിന്തിച്ചാട്ടെ. അവിടെ കൃഷിക്കാരനായി ദൈവം നിങ്ങളെ അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടുത്തെ സകല കാടിൻ്റെ പുറത്തൂടെയല്ല നിങ്ങൾ വിതയ്ക്കുന്നത്. അവിടുത്തെ കാടിനെ നിങ്ങൾ സ്തോത്രം വെട്ടും. കാടിനെ നിങ്ങൾ വെട്ടുമ്പോൾ അതിനകത്തിരിക്കുന്ന ഒരു സർപ്പമുണ്ട്, അത് തല ഉയർത്തും. എന്നാൽ പഴയ പാമ്പിൻ്റെ തലയെ തകർത്ത കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ ദേശാധിപതിയെ നിങ്ങളെ ഓടിച്ച് കണ്ണുനീരിലും ഉപവാസത്തിലെ പ്രാർത്ഥനയാൽ നിങ്ങൾ ആ നിലത്തെ കിളച്ച് നിങ്ങളത് വിതച്ച് പ്രാർത്ഥനയിലും കണ്ണുനീരിലും വീണ്ടും ആ വിതച്ച വിത്തിനെ വളർത്തി അവസാനം കൊയ്ത്ത് പാട്ടോടെ നിങ്ങൾ കൊയ്യുന്നു, നിങ്ങൾ കരപ്പുറകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. ബ്യൂട്ടിഫുൾ. ആരെയും എനിക്കിത് പറഞ്ഞു ഞാൻ ഇത് താഴെ ഇറങ്ങുമ്പോൾ. സോ എന്താണ് മിഷൻ ഫീൽഡിൽ നടക്കുന്നത്? എത്ര നൂറ്റാണ്ടുകളായി ദുർഭൂതങ്ങൾ കാവൽ നിൽക്കുന്ന സ്ഥലങ്ങളാകട്ടെ, ദുർഭൂതങ്ങൾ കാവൽ നിൽക്കുന്ന പട്ടണങ്ങൾ, ദേശങ്ങൾ, ഗ്രാമങ്ങൾ, രാജ്യങ്ങളാകട്ടെ, ആ സ്ഥലത്ത് ദൈവം നിങ്ങളെ വിതയ്ക്കാൻ മാത്രമല്ല, ദൈവം നിങ്ങളെ വളർത്തുവാനും പാലിക്കുവാനും കൊയ്യുവാനും ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറ എന്ന് പറയുന്നത് വിതയുടെ തലമുറ മാത്രമല്ല, ഈ തലമുറ ഇറാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊയ്ത്തിൻ്റെ തലമുറയാണ്. ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ മണിക്കൂറിനുള്ളിൽ സ്തോത്രം, മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ വീഴുവാൻ പോകുകയാണ്. മധ്യപൂർവ്വ ദേശത്തേക്ക് വലിയ ആത്മപകർച്ച ഉണ്ടാകാൻ പോവുക. ഗ്യാരണ്ടിക്കാൻ ഞാൻ പറയട്ടെ, യേശു കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള ഈ ദിവസങ്ങളിൽ ദശലക്ഷക്കണക്കിന് അറബികൾ സ്നാനപ്പെട്ട് നമ്മൾ ആരാധിക്കുന്നതിനേക്കാൾ ശക്തമായി യേശു കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. എക്സൈറ്റിംഗ് ഡേയ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ആവേശമുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ കാലത്ത്, അലൻ്റെ കാലത്ത്, കായർക്കുൾബിൻ്റെ കാലത്ത്, ബില്ലി ഗ്രഹാമിൻ്റെ കാലം, DGS ദിനകരൻ്റെ കാലം, കഴിഞ്ഞ തലമുറയിലുള്ള ചാൾസ് സ്പർജൻ്റെ കാര്യം, ഏതൊരു കാലത്തേക്കാൾ അമേസിംഗ് ആയിട്ടുള്ള ആത്മീയ കൊയ്ത്ത് ഈ തലമുറ കാണുവാൻ വേണ്ടി പോകുകയാണ്. അത് ഇന്ത്യയിലും വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും എത്ര ആവേശത്തോടെ പറയുന്നത് എന്താണ്? ഒരു ബൂമറാങ് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൊയ്ത്ത് അതേ യെരൂശലേമിലേക്ക് മടങ്ങി വരുവാൻ എന്താ പറയുക? ബൂമറാങ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർ കേട്ടിട്ടുള്ള കരങ്ങളൊന്നും ഉയർത്തിയാട്ടെ. ബൂമറാങ് ഒരു സാധനമുണ്ട്, അതിനെ നിങ്ങൾ എറിഞ്ഞാൽ എവിടെ നിന്നാണോ എറിയുന്നത് അതേ സ്ഥലത്ത് തന്നെ അത് കടന്നു വരും. സോ ബൂമറാങ്ങാണ് സുവിശേഷം. ബൂമറാങ്ങാകുന്ന സുവിശേഷം. സ്തോത്രം. യെരൂശലേമിൽ നിന്നാണ് ആരംഭിച്ചത്. സ്തോത്രം. യെരൂശലേം ചർച്ചിൽ നിന്നാണ് ആരംഭിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 8:1 ഞാൻ പറയുന്നത്. 12 പേർ ഒഴികെ ബാക്കി എല്ലാവരും ബൂമറാങ്ങായി യെരൂശലേമിൽ നിന്ന് ആരംഭിച്ചു. യെരൂശലേമിൽ നിന്ന് സ്തോത്രം അന്ത്യോക്യയിൽ നിന്ന് പൗലോസിലൂടെ, ബർന്നബാസിലൂടെ, ശിലാസിലൂടെ യൂറോപ്പിലേക്ക്, യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക്, അവിടെ നിന്ന് അമേരിക്കയിലേക്ക്, ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ, എല്ലാ കൾച്ചറുകളിൽ അതേ ചലിച്ച ദൈവത്തിൽ ആത്മാവ് വീണ്ടും ഒരിക്കൽ കൂടെ മധ്യപൂർവ്വ ദേശത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അത് വീണ്ടും യെരൂശലേമിൽ കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞ ഭയങ്കര ഒരു പ്രൊഫറ്റിക് ഇൻസൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? ഞാൻ പറഞ്ഞ ഭയങ്കര പ്രൊഫറ്റിക് ഇൻസൈറ്റ് ആണ്. അതിൻ്റെ അന്ത്യത്തിലെ ഏറ്റവും വലിയ സമാപ്തി എന്ന് പറയുന്നത് യഹൂദൻ്റെ മാനസാന്തരമാണ്.
ആ യൂദന്റെ മാനസാന്തരത്തിന് തൊട്ട് മുൻപാണ് കാഹളനാദം കേട്ട് സഭ എടുത്തുകൊള്ളപ്പെടുന്നത്. കർത്താവിനെ വെച്ചാൽ ജൂലൈ മാസം 6-ാം തീയതി നമ്മൾ കിഴക്കേ വാതിൽ എന്ന ദൂത് കേൾക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയി ഒരിക്കൽ കൂടെ നിങ്ങൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. 3 ഈവൻറ്റുകളായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. യേശു കർത്താവിൻ്റെ 1-ാമത്തെ വരവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. യേശു കർത്താവിൻ്റെ സ്തോത്ര രഹസ്യ വരവ്, വിച്ച് ഈസ് ദ റാപ്ചർ ഓഫ് ദ ചേർച്ച്. നമ്പർ 3, 3-ാമത് യേശുവിൻ്റെ പരസ്യ വരവ്. 3 ഇവൻറ്റുകൾ നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്യും. സാധാരണ നമ്മൾ 2 ഇവൻറ്റുകളാണ് കമ്പയർ ചെയ്യുന്നത്. 3 ഇവൻറ്റുകൾ നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്യും. മേ ബി സ്തോത്രം. എൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അവസാന സെക്കൻഡ് കർത്താവ് ഏത് കളറാണോ തരുന്നത് അതായിരിക്കും ഞങ്ങളുടെ മേ ബി. ഞാൻ പഠിക്കുന്നത് അതാണ്. സ്തോത്രം. സംഭവിച്ചത് വളരെ വേഗം സംഭവിപ്പിക്കാൻ പോകുന്നത് പിന്നത്തേതിൽ സംഭവിക്കുന്നത്. ഒരിക്കൽ കൂടെ സംഭവിച്ചു കഴിഞ്ഞത് വളരെ വേഗം സംഭവിപ്പാൻ പോകുന്ന റാപ്ചർ, ഉൾപ്രാപണം, പിന്നെ അതിനുശേഷം സംഭവിപ്പാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതല്ല സ്തോത്രം മറന്നു കളഞ്ഞാട്ടെ. അതെ, ദുരാത്മാക്കളിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ദൈവം നിങ്ങളെ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ ഭൂതം, ഇവിടെ പോരാട്ടം, മറ്റിടത്ത് കെട്ട് എന്ന് കണ്ടേച്ച് വരാനല്ല. പലരെ കണ്ടേച്ച് വരികയാണ്. അവളെ മേലേക്ക് ഒരു കെട്ടുണ്ട്, ആ വീട്ടിൽ ഇങ്ങനെ കെട്ടുണ്ട്, മറ്റിടത്ത് ബന്ധനമുണ്ട്. നോ, 2 പേരെ തൊട്ട് പറഞ്ഞ ഇത് പിക്നിക്കല്ല. പറഞ്ഞോട്ടെ, ഇത് പിക്നിക്കല്ല. അവിടെ ആതിരപ്പള്ളിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വീഗാലാൻഡുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കാഴ്ച ബംഗ്ലാവുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തെങ്കിൽ പിക്നിക്ക് വേണ്ടിയല്ല വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ആത്മാവ് ദുരാത്മാവാണ് എന്നൊരമ്മാമ്മ എന്നെ നോക്കി പറയുന്നെങ്കിൽ, അവിടെ ആത്മാവ് ദുരാത്മാവാണ് എന്ന് ആരേലും എന്നെ നോക്കി പറയുന്നെങ്കിൽ ഞാൻ അവളെ നോക്കി പറയും കഴിവില്ലാത്തവളെ. കാര്യം എന്താണെന്ന് ചെയ്യുക? ദുരാത്മാവാണ് എന്നറിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഇറക്കി വിട്ടിട്ടേ വരാവൂ. ഹല്ലേലൂയ. അപ്പം ഞാൻ കണ്ടേച്ച് വന്നു എന്ന് പറയുന്നത് നിന്റെ കഴിവുകേടാണ് നീ പറയുന്നത്. യേശു കർത്താവ് നിന്നെ കഴിവില്ലാത്തവരായിട്ടല്ല അയച്ചത്, കർത്താവ് നിന്നെ കഴിവുള്ളവരായിട്ടാണ് അയച്ചത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർക്ക് ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് കെട്ടിനെ കാണിപ്പാനല്ല അയച്ചത്, കെട്ടിനെ അഴിപ്പാനാണ് അയച്ചത്. കെട്ടുകളെ അഴിച്ച ആ വ്യക്തിയെ സ്വന്തമാക്കല് നിന്റെ നായ്നാറ്റം മിണ്ടിപ്പോകല്ലേ. സ്തോത്രം. നോക്ക്, അപ്പോൾ ദൂതന്മാരുണ്ട്, വീണുപോയ ദൂതന്മാരുണ്ട്, ദുരാത്മാക്കളുണ്ട്. ദുരാത്മാക്കളെക്കുറിച്ച് ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പ്രവാചകന്മാരല്ല, പൗലൂസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരല്ല. ഏറ്റവും കൂടുതൽ ദുരാത്മാക്കളെക്കുറിച്ച് പറഞ്ഞത്, ബാക്കി നിങ്ങൾക്ക് HW ഞാൻ തരുന്നു, കർത്താവ് യേശുവാണ്. 4 സുവിശേഷങ്ങളിൽ ദുരാത്മാക്കളുടെ ടൈറ്റിലുകൾ, പേരുകൾ എന്താണ് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചാട്ടെ. സ്തോത്രം. ദുരാത്മാക്കളുടെ ക്യാരക്ടർ കർത്താവ് എന്താണ് പറഞ്ഞത്? നാമങ്ങളും സ്തോത്രം അതെ അവരുടെ പ്രവർത്തികൾ, ക്യാരക്ടർ ആൻഡ് ദെയർ ക്യാരക്ടേഴ്സ് ആൻഡ് നെയിംസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്. ഏറ്റവും കൂടുതൽ ദുരാത്മാക്കളെക്കുറിച്ച് പറഞ്ഞത് കർത്താവ് യേശുവാണ്. അവിടെ കെട്ടുണ്ട്, ഇവിടെ കെട്ടുണ്ട്, അവിടെ ഭൂതം, ഇവിടെ ഭൂതം എന്നല്ല യേശു പറഞ്ഞത്. യേശു കർത്താവ് സ്തോത്രം അതെ ദുരാത്മാക്കളെ കുറിച്ച് പറഞ്ഞെങ്കിൽ ആ ദുരാത്മാക്കളെ പുറത്താക്കി. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നതുവരെ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു ഡെലിവറൻസ് മിനിസ്ട്രി നടന്നില്ല. ഓ, എന്തൊരു ശാന്തത! ഒരിക്കൽ കൂടെ ദുരാത്മ മണ്ഡലം വളരെ ശാന്തമായിരുന്നു. സ്തോത്രം. പൈശാചിക മണ്ഡലവും വളരെ ശാന്തമായിരുന്നു. മോശ ഭൂതത്തെ പുറത്താക്കി, ഏലിയാവ് പുറത്താക്കി, എലീശ പുറത്താക്കി. നോ, അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല. മോശ ഭൂതത്തെ പുറത്താക്കിയില്ല, പ്രവാചകന്മാരാരും ഭൂതത്തെ പുറത്താക്കിയില്ല. ഇനി ഒരു ഞാഞ്ഞൂല് ഭൂതത്തെ, ഒരു ഞാഞ്ഞൂല്, ഏറ്റവും ചെറിയ ഒരു തകര പോലെയുള്ള ഒരു ചെറിയ ഭൂതത്തെ താൽക്കാലികമായി അല്പം മാറ്റി നിർത്താൻ പറ്റിയത് മറ്റേ ചെറുക്കനാണ്. ഏത് ചെറുക്കൻ? മറ്റേ സ്തുതിക്കുന്ന ചെറുക്കനെ, മറ്റേ ആരാധിക്കുന്ന ചെറുക്കനെ. ഹല്ലേലൂയ. എന്നിട്ട് പോലും സ്തുതിക്കാതെ ഇരിക്കുന്നവൻ നോക്ക്, അതിനർത്ഥം സ്തുതിക്കുന്നവന് ജയമുണ്ട്. മോശ പാടി, ആരുടെയും ഭൂതം ഇളകിയില്ല. പലരും പഴയ നിയമത്തിൽ പാടി, ദെബോര പാടി, ആരുടെയും ഭൂതം ഇളകിയില്ല. പക്ഷെ ദാവീദ് പാടി. ഭൂതത്തിന് ഇളകാതിരിപ്പാൻ കഴിഞ്ഞില്ല. ഖമാൺ. സന്തോഷത്തുമുള്ളവൻ പാട്ട് പാടട്ടെ, നിരാശയുള്ളവനെന്നല്ല. കണ്ണുനീർ മാറി വേദനകൾ എന്ന് തീരും. നോ, ഇതല്ല നീ പാടുന്നത്. പകരം സ്തോത്രം സ്തുതിയുടെ പാട്ട് പാടട്ടെ, ജയത്തിൻ്റെ പാട്ട് പാടട്ടെ. സോ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ അമേസിങ് ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. സ്തുതിക്കുന്നവൻ്റെ മുൻപിൽ ഭൂതത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് പ്രസിദ്ധൻ്റെ മുൻപിൽ എന്നല്ല, സ്തുതിക്കുന്നവൻ്റെ മുൻപിൽ. സ്തുതിക്കുന്നവൻ്റെ മുൻപിൽ. ഖമാൻ. ഹല്ലേലൂയ. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, വീട്ടിൽ ചുമ്മാതിരിക്കല്ലേ. പെട്ടെന്ന്
ചുമ്മാതില്ല, എപ്പോഴും സ്തുതിക്കണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും. എല്ലാവരും പറഞ്ഞാട്ടെ, അവൻ്റെ സ്തുതി എപ്പോഴും. ഞായറാഴ്ച മാത്രമല്ല, ജിസനെ കാണുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവമക്കളെ കാണുമ്പോൾ മാത്രമല്ല, ചിലരെ കാണുന്നതാണ് ഒരാവേശം. എൻ്റെ പേര് പരവേശമാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചോ. അതുകൊണ്ട് സ്തോത്രം, അതെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും. എൻ്റെ ഇല്ലാതെ ഉള്ളതെല്ലാം സോളിഷാണ്. നോ, സോളിഷ് അല്ല സ്പിരിച്വാലിറ്റി. മനസ്സിലാക്ക്, 1.5 അടി താഴെയാണ്. സോളിഷ് ബുദ്ധിയിലാണ്, എന്നാൽ സ്പിരിച്വൽ ഹൃദയത്തിലാണ്. ഹൃദയമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. 2 പേരൊഴികെ എല്ലാവർക്കും ഉണ്ട്. സ്തോത്രം, അതെ, കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. സോ ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, അതേ, സ്തോത്രം, ദാവീദ് മാത്രമാണ് അല്പമെങ്കിലും ഭൂതമണ്ഡലത്തിന് ചെറിയൊരു ഭീഷണിയായത്. സ്തോത്രം, ദുരാത്മാവ് ശൗലിൽ നിന്ന് മാറി നിന്നു, എന്നിട്ട് വീണ്ടും കയറി. എന്തുകൊണ്ട് വീണ്ടും കയറിയെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. പക്ഷെ കർത്താവ് യേശു വന്നപ്പോൾ ചെറിയൊരു ചലനമല്ല, എൻ്റെ കർത്താവ് ചിലന്തി വില ചിന്തിപ്പോകുന്നത് പോലെ, ചിലന്തി വലയെ മാറാലയെ നിങ്ങൾ അടിച്ചു മാറ്റുന്നത് പോലെ പൈശാചിക മണ്ഡലത്തെ അടിച്ചു മാറ്റിയവനായിരുന്നു യഹൂദ ഗോത്ര സിംഹമായ കർത്താവ്. നിങ്ങൾ ഈ പാദ്യം കേട്ടിട്ടുണ്ട്, എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്ന പോലെ യേശുപ്പച്ചൻ്റെ ശുശ്രൂഷയിൽ ഈ അപ്പോസ്തലന്മാർ അത് നടക്കുമ്പോൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഭൂതങ്ങളെ ബഹള. ഡെയിലി അത് നടക്കുകയാണ്, ഡെയിലി നടക്കുക. നമ്മളൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകുമ്പോൾ, സൗത്ത് ഇന്ത്യയിൽ സ്തോത്രം, അതെ, നോർത്ത് ഇന്ത്യ കടന്നു പോകുമ്പോൾ ഒരു മീറ്റിങ്ങിന് ആരംഭത്തിൻ്റെ ഷേപ്പല്ല അതിൻ്റെ അവസാനം, ഒരു പ്രസംഗത്തിൻ്റെ ആരംഭമല്ല അതിൻ്റെ അവസാനം. സ്തോത്രം, റിയലി 100 കണക്കിന് വ്യക്തികൾ, 1 2 അല്ല, 100 കണക്കിന് വ്യക്തികൾ തന്ന ഭൂതങ്ങൾ ആലറി മാറി. ആ മീറ്റിങ്ങിൻ്റെ ഓർഡറേ ഇങ്ങനെയല്ല. ആത്മാവിൻ്റെ കാറ്റടിച്ചാൽ, സ്തോത്രം, ആത്മാവിൻ്റെ കാറ്റടിച്ചാൽ ആ മരം അതുപോലെയല്ല. ഇൻ ജീസസ് നെയിം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് വിടുതലിന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, സ്തോത്രം, അതെ, ശത്രുവിനാൽ ആക്രമിക്കപ്പെടാനല്ല, പകരം ശത്രുവിൻ്റെ പാളയത്തെ തകർക്കാൻ വേണ്ടിയാണ്. നിന്നെ ഞാൻ വെൺമഴുവാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകനോട് ദൈവം പറഞ്ഞു. അതിനർത്ഥം നൂറ്റാണ്ടുകളായി വടുപിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ വളർന്നു വലുതായി നിൽക്കുന്ന ഒരു വൃക്ഷം നിൽക്കുന്നത് പോലെ, നൂറ്റാണ്ടുകളെ വളർന്നു നിൽക്കുന്ന വൃക്ഷം പോലെ നിൽക്കുന്നതിനെ വെട്ടി നിലത്തിടുവാൻ, നൂറ്റാണ്ടുകളായി ദുഷ്ടൻ കാവൽ നിൽക്കുന്ന മണ്ഡലങ്ങളെ തകർത്തിടുവാൻ വിടുതലിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, അതേ, സൺഡേ സ്കൂളാകട്ടെ, യൂത്ത് മീറ്റിംഗ് ആകട്ടെ, ലേഡീസ് മീറ്റിംഗ് ആകട്ടെ, ചർച്ച് മീറ്റിംഗ് ആകട്ടെ, എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത്, സ്തോത്രം, വിടുതലിന്റെ ശുശ്രൂഷയാണ്. നിങ്ങൾ 5 മിനിറ്റ് വചനം എവിടെ പറഞ്ഞാലും അത് വിടുതലായിരിക്കണം. നിരാശകൾ പൊട്ടണം, തിന്മകൾ മാറണം, സാത്താന്യ ബന്ധനങ്ങൾ അലറി മാറണം. ഹല്ലേലൂയ. വലിയൊരു പ്രസംഗം, വലിയൊരു പ്രാസിംഗിന് കന്യാകുമാരി ജില്ലയിൽ ഒരിക്കൽ കടന്നു വന്നു. വലിയൊരു പ്രാസിംഗിനാണ്, വലിയ പ്രസിദ്ധനാണ്. എവിടെയൊക്കെ തമിഴ്നാട്ടിൽ ആൾക്കാരുണ്ട്, തമിഴ് ആൾക്കാർ എവിടെയുണ്ടോ അവിടെ എല്ലായിടത്തും അദ്ദേഹം പ്രസിദ്ധനാണ്. മലേഷ്യയിൽ, സിംഗപ്പൂർ, കാനഡയൊക്കെ പുള്ളി പ്രസിദ്ധനാണ്. അദ്ദേഹം പ്രസംഗിച്ചിങ്ങനെ, സ്തോത്രം, അത് പ്രസംഗിച്ച് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഒരു ഭൂതമിളകി. നല്ല കാര്യം, ഒരു ഭൂതമിളകി. പക്ഷേ സ്തോത്രം, അവസാനം ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി ആ ഭൂതബാധിതയായ ആ ആൻറ്റിയുടെ മേൽ കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറഞ്ഞപ്പോൾ ഭൂതം പറഞ്ഞു, ഞാൻ പോകത്തില്ല. പുള്ളിക്കങ്ങ് നാണക്കേടായി. ഹല്ലേലൂയ. നാണം കെടുത്തുന്ന പിശാച്. സ്തോത്രം. സാത്താൻ പറഞ്ഞു ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. സാത്താൻ പറഞ്ഞു ഞാൻ പോകത്തില്ല. സ്തോത്രം. സാത്താൻ പറഞ്ഞു ഞാൻ പോകത്തില്ല. പക്ഷേ സ്തോത്രം, ദുരാത്മാവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പോകത്തില്ല, പിന്നെ ആര് പറഞ്ഞാൽ പോകും? സ്തോത്രം. വേറൊരു വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലുണ്ടായിരുന്നു. വളരെ വളരെ പ്രാർത്ഥിക്കുന്നു, വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, ആരാധന, ഉപവാസം, പ്രാർത്ഥന, ആരാധന, ഉപവാസം, പ്രാർത്ഥന, ആരാധന. ആ പുള്ളിക്ക് ചുമ്മാതിരിക്കാൻ അറിയത്തില്ല. എന്തോ അറിയത്തില്ല? ചുമ്മാതിരിക്കാൻ അറിയത്തില്ല. മിക്കവാറും ഉപവാസവും പ്രാർത്ഥനയും ആരാധന അങ്ങനെ ഇരുന്നതായ ആ ദൈവത്തിൻ്റെ ദാസൻ. സ്തോത്രം. അദ്ദേഹം പ്രസിദ്ധനല്ല, ഒരു നോട്ടീസിൽ പേര് വന്നിട്ടില്ല, ആർക്കും അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തെ ആർക്കറിയാം? സാത്താൻ അറിയാം. ആർക്കറിയത്തില്ല? മനുഷ്യനറിയത്തില്ല. നമുക്കുള്ള കുഴപ്പം, നമ്മളെ മനുഷ്യർക്കറിയാം, സാത്താനെ അറിയത്തില്ല. സ്തോത്രം. കാരണം നമ്മൾ സാത്താന ഭീഷണിയായിട്ടില്ല, നമ്മൾ മനുഷ്യർക്കാണ് ഭീഷണി. ഒരിക്കൽ കൂടെ, നമ്മൾ മനുഷ്യർക്കാണ് ഭീഷണി, നമ്മൾ സാത്താന ഭീഷണിയായിട്ടില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യർക്കല്ല ഭീഷണി, പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യൻ അനുഗ്രഹമാണ്, സാത്താന ഭീഷണിയാണ്. കൈയടിക്കുന്ന നേരെ കരങ്ങളടിച്ചേ.
അതുകൊണ്ട് മലേഷ്യ, സിംഗപ്പൂർ, കാനഡ, മലേഷ്യ, സിംഗപ്പൂർ, കാനഡ അന്യഭാഷയല്ല പറഞ്ഞത്, 3 രാജ്യങ്ങളുടെ പേരാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. അത് ഇങ്ങനെ കറങ്ങി നടന്നാൽ പോരാ, നീ പറഞ്ഞ ഭൂതം പുറത്തു വേണം. അവസാനം ആ വ്യക്തി പോയി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ സെക്കൻഡ് ആ ഭൂതം പുറത്തു പോയി. അർത്ഥം സ്തോത്രം, നിങ്ങൾ പ്രസിദ്ധരാകേണ്ടത് മനുഷ്യരുടെ നടുവിലല്ല, നിങ്ങൾ ചെത്തേണ്ടത് മനുഷ്യരുടെ നടുവിലല്ല. നിങ്ങൾ പ്രസിദ്ധരാകേണ്ടത് അതെ, 1 സ്വർഗത്തിലായിരിക്കണം, 2 നരകത്തിനായിരിക്കണം. അല്ലാതെ എത്ര പേരുടെ മുൻപിൽ എനിക്ക് കയ്യടി കിട്ടി, എത്ര പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എത്ര പേരെ ഞാൻ ഇംപ്രസ് ചെയ്തു. നോ, നിൻ്റെ ഫാഷൻ പരേഡ് നിർത്ത്. നിൻ്റെ റാമ്പ് വാക്കും കാറ്റ് വാക്കും നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം, പാവങ്ങ നിങ്ങൾക്കറിയത്തില്ല. നിൻ്റെ റാമ്പ് വാക്കും കാറ്റ് വാക്കും നിൻ്റെ ഫാഷൻ പരേഡ് അല്ല ആത്മീയം. നിന്റെ ഫാഷൻ പരേഡ് അല്ല ആത്മീയം. നരകത്തിന് ഭീഷണി, സ്വർഗത്തിന് വിടുതൽ. ചേർച്ചിന് ഇന്ന് സംഭവിച്ചിരിക്കുന്ന നമുക്ക് ഗ്ലാമർ ഉണ്ട്, നമുക്കിന്ന് ഗ്ലോറി ഇല്ല. ഹല്ലേലൂയ. ഈ ഗ്ലാമർ താരങ്ങളെ വെല്ലുവിളിച്ച് നിങ്ങൾ പറയണം, വാ 10 മിനിറ്റ് ആരാധിക്കാം, വാ അരമണിക്കൂർ പ്രാർത്ഥിക്കാം, വാ 1 മണിക്കൂർ അന്യഭാഷ പറയാം, അപ്പം അറിയാം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫ് ഒരു കർമ്മേലായിരിക്കണം. മറുവശത്ത് ദൈവത്തിന് ഭീഷണിയായി ഈ പുസ്തകം ഇല്ലാതെ ജീവിക്കുന്നവർ, സ്തോത്രം, മറുവശത്ത് ആത്മാവിന്റെ തീ ചുമക്കുന്നവർ, അവിടെ തീ ഇറക്കി കാണിച്ചു കൊടുക്കണം, അവിടെ ഡെലിവറൻസ് ഇറക്കി കാണിക്കണം. ഹല്ലേലൂയ. അവിടെ ദൈവകൃപ വെളിപ്പെടുത്തി കാണിക്കണം. ഒരു ഇസബേലിനെ നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, ഒരു അന്ധകാരത്തിൽ നിന്ന് തൊടാൻ പറ്റത്തില്ല. നിന്നെ കാണുമ്പോഴേ ഭയമായിരിക്കും. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ അതേ സാത്താനും ദുഷ്ട മനുഷ്യരും, ഞാൻ ആവർത്തിക്കുന്നു, സാത്താനും ദുഷ്ട മനുഷ്യർ നിന്നെ കാണുന്നതേ ഭയമാണ്. പൗലോസിനെ അറിയാം, യേശുവിനെ പരിചയമുണ്ട്. ദുരാത്മാവ് പറഞ്ഞതാണ്, പൗലോസിനെ അറിയാം, യേശുവിനെ പരിചയമുണ്ട്. ഞാൻ ചോദിക്കുന്നു, എത്ര നിങ്ങൾ സാത്താൻ്റെ ലോകത്തിൽ എത്ര നിങ്ങൾ പ്രസിദ്ധരാണ്? ശത്രുവിനെ ഭീഷണിയുള്ളവരായി ജീവിക്കുക. സാത്താൻ്റെ ഉണക്കമീൻ കയ്യിലിരുന്നാൽ അവന് ഭീഷണിക്കല്ല, നീ അവൻ്റെ സ്നേഹിതനാണ്. സാത്താൻ പറയും, സ്തോത്രം, ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. അവന് ഇരുത്തിയിരിക്കുന്നത് ചർച്ചിലാണ്, പക്ഷേ ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. കാരണം ഞാൻ ചെയ്യേണ്ടതെല്ലാം പുള്ളിക്കാരൻ ചെയ്യുന്നു. ഞാൻ പറയേണ്ടതെല്ലാം പുള്ളിക്കാരിയും പറയുന്നു. ഞാൻ വ്യാജം പറയുന്നു, അവളും വ്യാജം പറയുന്നു. ഞാൻ നുണ പറയുന്നു, അവളും നുണ പറയുന്നു. ഞാൻ മറ്റുള്ളവരെ സ്കാൻഡലൈസ് ചെയ്യുന്നു, എൻ്റെ കാര്യമാണ് പുള്ളി ചെയ്യുന്നത്. ഞാൻ പറയാറുണ്ട്, സ്തോത്രം, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ലൂസിഫർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ, സാത്താൻ ഇറങ്ങിപ്പോവാ. ഞാൻ ചോദിച്ചു, എന്താ സാത്താനെ നീ പുറത്ത് വന്നേ? അപ്പം ഞാൻ ചെയ്യുന്നതല്ല ഈ വീട്ടുകാർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യം മുഴുവൻ അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ നിന്നിട്ട് കാര്യമല്ല, ഞാൻ വേറെ ഇടത്തേക്ക് പോവാം. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നോ അല്ല ദുരാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്നോ? ഹേ, നിങ്ങളുടെ ഫ്രൂട്ട് എന്താണ്? നിങ്ങളുടെ ഫലം എന്താണ്? നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നോ അതോ സാത്താൻ ഉപയോഗിക്കുന്നോ? ഒന്നുകിൽ ദൈവം നിങ്ങളെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു, ഇല്ലെങ്കിൽ പിശാച് നിങ്ങളെ തിന്മയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ആരാധിക്കുന്നവരാണെങ്കിൽ, ഉപവസിക്കുന്നവരാണെങ്കിൽ, സ്തോത്രം, ശൗൽ വഴിതെറ്റിയവനായിരിക്കാം, പക്ഷേ ദാവീദേ, നീ ദൈവകൃപയിൽ നിൽക്കുന്നവനെങ്കിൽ, സ്തോത്രം, നിന്നെ തകർക്കാൻ നിൽക്കുന്ന ശൗലിന് പോലും നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ മുടിക്കാൻ നിൽക്കുന്ന ശൗലിന് പോലും നിന്റെ പാട്ടൊരാശ്വാസമായിരിക്കും. ഹല്ലേലൂയ. സോ അങ്ങനെയായിരുന്നു ദാവീദിൻ്റെ കാര്യം. ചെറിയൊരു ഡെലിവറൻസ് എന്നാണ്. പക്ഷേ കർത്താവായ യേശുവിൻ്റെ കാലം വന്നപ്പോൾ എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, ഒരു ചെറുക്കനിൽ 6000 ഭൂതം ഉള്ളത്. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, 6000 ഭൂതം, ഒറ്റ വാക്കേ ഉള്ളൂ. സ്തോത്രം. യേശു കർത്താവ് ഇറക്കി വിട്ടു. പക്ഷേ ഇന്നത്തെ അമ്മമാരും അച്ചാച്ചന്മാരും ആണെങ്കിൽ ഒറ്റ വാക്കിന് ഇറക്കത്തില്ല, കുറേശ്ശെ ഇറക്കത്തുള്ളൂ. ഘട്ടം ഘട്ടമായി വിടുതലുണ്ടായിരിക്കും, ഘട്ടം ഘട്ടമായി. അതെപ്പോഴാണ് ഈ ഘട്ടം? അത് ഈ മാസത്തിൻ്റെ 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് ശമ്പളം കിട്ടുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായി വിടുതലുണ്ടായിരിക്കും. അതിൻ്റെ പേര് ചിട്ടിക്കമ്പനി എന്നാണ്. എന്നാൽ ചിട്ടിക്കമ്പനി സുവിശേഷമല്ല നീ പറയേണ്ടത്, ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സിൻ്റെ സുവിശേഷം. തേജസ്സിൻ്റെ സുവിശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ല ഡെലിവറൻസ് കൊടുക്കുന്നത്, ഒറ്റ വാക്കിന് ആയിരിക്കും വിടുതൽ കൊടുക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഈ പുസ്തകത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഡെലിവറൻസ് ഇല്ല. ഒറ്റ വാക്ക്, കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞു ഭൂതങ്ങൾ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. സോ ദൈവസഭയ്ക്ക് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് വിടുതലിൻ്റെ ശുശ്രൂഷ തന്നെയാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, വിടുതലിൻ്റെ ശുശ്രൂഷ.
വിടുതലിൻ്റെ ശുശ്രൂഷ. ഈ വിടുതലിൻ്റെ ശുശ്രൂഷയായി നിങ്ങൾ നടക്കുമ്പോൾ, ഈ വിടുതലിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സ്തോത്രം, അത് ദുരാത്മാക്കളുടെ ഒറിജിൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ദുരാത്മാക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിടണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ശത്രുവിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടാൽ മാത്രമേ അവനെ നിങ്ങൾക്ക് പൊരുതുവാൻ കഴിയത്തുള്ളൂ. ആരാണ് ദുരാത്മാക്കൾ, എവിടെ നിന്നാണ് ദുരാത്മാക്കൾ ഉണ്ടായത്? 3 തിയറീസാണ്. ഞാൻ ആദ്യമേ തിയറി എന്ന് പറഞ്ഞു തുടങ്ങി. 3 തിയറീസാണ് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയുന്നത്. 3 സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ 3 അനുമാനങ്ങൾ ആണുള്ളത്. ഏതൊരു തിയോളജിക്കൽ ക്ലാസ്സിൽ നിങ്ങൾ പോയാൽ പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ് ഇങ്ങനെയുള്ള തിയറീസ് പറയും. നല്ല പ്രൊഫസേഴ്സ് ആണെങ്കിൽ പറയും മറ്റത് മുഴുവൻ ചിന്താഗതികളാണ്, അനുമാനങ്ങളാണ്, സിദ്ധാന്തങ്ങളാണ്. പക്ഷെ ദൈവവചനം ഇതാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻസ് ജീവിക്കുന്നത്, അവർ പോയി പ്രസംഗിക്കുന്നത് അനുമാനങ്ങളല്ല പറയുന്നത്, അവർ ദൈവവചനമാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യം രണ്ടെണ്ണം ഞാൻ പറയുന്നത് സിദ്ധാന്തങ്ങളാണ്, അനുമാനങ്ങളാണ്. പക്ഷേ അവസാനം 3-മതായി ഞാൻ പറയുന്നത് ദൈവവചനമാണ് പറയുന്നത്. ഒന്നാമത്തെ സിദ്ധാന്തം, ദുരാത്മാക്കൾ എങ്ങനെ ഉണ്ടായി? ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നു, ഫാളൻ ഏഞ്ചൽസ് ആണ്, വീണുപോയതായ ദൂതന്മാരാണ്, വീണുപോയ ദൂതന്മാരാണ്. സ്തോത്രം, അത് ഈവിൾ സ്പിരിറ്റ്സ് എന്ന് പറയുന്നു. ദുരാത്മാക്കൾ വീണുപോയ ദൂതന്മാർ എന്ന് പറയുന്നു. എന്നാൽ സ്തോത്രം, ദുരാത്മാക്കൾ വീണുപോയ ദൂതന്മാർ എന്ന് പറയുവാൻ ദൈവവചനത്തിൽ ഇല്ല. കാരണം സ്തോത്രം, അത് ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല. പക്ഷേ ദൂതന്മാർക്ക് അത് ഫിസിക്കൽ ബോഡി, ദൂതന്മാർക്ക് ഒരു സെലസ്റ്റിയൽ ബോഡിയുണ്ട്, ദൂതന്മാർക്ക് ഒരു സ്വർഗീയ ശരീരമുണ്ട്. ഒരിക്കൽ കൂടെ, ദുരാത്മാക്കൾക്ക് ശരീരം ഇല്ല, എന്നാൽ ദൂതന്മാർക്ക് എന്തുണ്ട്? ദൂതന്മാർക്ക് സ്വർഗീയ ശരീരം ഉണ്ട്. മനസ്സിലായോ? ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദുരാത്മാക്കൾക്ക് ശരീരം ഇല്ലാത്തത് കൊണ്ടാണ് ദുരാത്മാക്കൾ എപ്പോഴും സ്തോത്രം ശരീരങ്ങളിൽ പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ എഴുതി സ്തോത്രം കേണ്ടതാണ്. അതെ, ദ സ്പിരിറ്റ് വിത്തൗട്ട് ബോഡി ഈസ് ഇല്ലീഗൽ. സ്പിരിറ്റ് വിത്തൗട്ട് ബോഡി ഈസ് ഇല്ലീഗൽ. സ്തോത്രം, നിയമവിരുദ്ധമാണ്. എന്ത്? ആത്മാവില്ലാത്ത, ശരീരമില്ലാത്ത ആത്മാവ്, ശരീരമില്ലാത്ത ആത്മാവ് ഇല്ലീഗലാണ്. ശരീരമില്ലാത്ത ആത്മാവ് നിയമവിരുദ്ധമാണ്. എന്താ? അപ്പോൾ നിയമത്തിന് അധീനമാകണമെങ്കിൽ ഒരു ആത്മാവിന് എന്ത് ചെയ്യണം? പൊസസ് ചെയ്യാൻ ഒരു ബോഡി ഉണ്ടായിരിക്കണം. ആമേൻ. ശരീരമില്ലാത്തതായ ആത്മാവ് അത് നിയമവിരുദ്ധമാണ്. അതാണ് ആത്മാമണ്ഡലത്തിൻ്റെ പ്രിൻസിപ്പിൾ, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ സ്തോത്രം, ഒരാൾ മരിച്ചു, ഞാനിപ്പോൾ മരിച്ച എൻ്റെ ആത്മാവ് അടുത്ത ചൊവ്വാഴ്ച വരെ ഇവിടെ കറങ്ങി നടക്കത്തില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ആർക്കും പറയാൻ കഴിയത്തില്ല, ചേട്ടൻ എന്നെ വന്ന് നോക്കാൻ വന്നു. നോ. ഒരു ദൈവപൈതൽ മരിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ദൈവമില്ലാത്തവൻ മരിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ സ്തോത്രം, അത് യാതനാ സ്ഥലത്തേക്ക് അവൻ മാറ്റപ്പെട്ട് കഴിഞ്ഞു, നരകത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ സ്തോത്രം മനസ്സിലാക്ക്, കറങ്ങി നടക്കുന്നതായ ദുരാത്മാക്കൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് സ്തോത്ര ബോഡിയിൽ പൊസസ് ചെയ്യാൻ, വ്യക്തികളിൽ പൊസസ് ചെയ്യാൻ, പ്രവേശിപ്പാൻ ദുരാത്മാക്കൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ദുരാത്മാക്കൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? പാപത്തിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഒരിക്കൽ കൂടെ, പാപത്തിലൂടെയാണ് ദുരാത്മാക്കൾ വ്യക്തികൾ പ്രവേശിക്കുന്നത്. ബസ്സിൽ കയറിയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ബസ്സിൽ കയറിയിട്ടുള്ളവർ, ബസ്സിൽ കയറാൻ എന്തുകൊണ്ട് മോനെ? ഒരു ഫുട്ബോർഡുണ്ട്. ആ ഫുട്ബോർഡുണ്ടെങ്കിൽ മാത്രമേ ആ ഫുട്ബോർഡിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത് പോലെ പാപം എന്ന ഫുട്ബോർഡിലൂടെയാണ് സാത്താൻ പ്രവേശിക്കുന്നത്. പാപം എന്ന ഫുട്ബോർഡിലൂടെയാണ് ദുരാത്മാക്കൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പാപത്തെ ജയിക്കുമ്പോൾ നിങ്ങൾ സാത്താനെ ജയിക്കുകയാണ്. സ്തോത്രം, പോർണോഗ്രാഫി ഒരുവൻ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രമാകാത്ത അശ്ലീല ചിത്രങ്ങൾ കാണുമ്പോൾ, അത് ദുരാത്മാക്കൾക്കുള്ളതായ ഇൻവിറ്റേഷനാണ്. വിഗ്രഹാരാധന ചെയ്യുമ്പോൾ ദുരാത്മാക്കൾക്കുള്ള ഇൻവിറ്റേഷനാണ്. മന്ത്രവാദം നിങ്ങൾ ചെയ്യുമ്പോൾ, അതുപോലെയുള്ള കൈനോട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ ദുരാത്മാക്കൾക്കുള്ളതായ ഓപ്പൺ ഇൻവിറ്റേഷനാണ്. വാരഫലം വായിച്ച് സ്തോത്രം ചർച്ചിൽ വരുന്നവരെ എനിക്കറിയാം, ജാതകം വായിച്ച് ജീവിക്കുന്നവരെ എനിക്കറിയാം. അതെല്ലാം സ്തോത്രം ഒക്കൾട്ടിക് ബന്ധമുണ്ടാകുമ്പോൾ അതെല്ലാം ദുരാത്മാക്കൾക്കുള്ളതായ ഓപ്പൺ ഇൻവിറ്റേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തുറന്ന വയലായിട്ടല്ല ജീവിക്കേണ്ടത്, കെട്ടിയടച്ച തോട്ടമായിട്ടാണ് ജീവിക്കേണ്ടത്. സ്തോത്ര, കർത്താവ് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റെതൊന്നും എൻ്റെ പക്കലില്ല. അവൻ്റെ എന്തെങ്കിലും എൻ്റെ അകത്തുണ്ടെങ്കിൽ അവൻ എൻ്റെ അകത്ത് പ്രവേശിക്കും, പക്ഷേ അവൻ്റെതൊന്നും എൻ്റെ മേലില്ല. ഹാലഡ് എന്നൊക്കെറിയാം. മർക്കോസ് വിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗദരദേശത്തേക്ക് കടന്നുപോയി. ഒറ്റ വാക്കുകൊണ്ട് 6000 ഭൂതത്തെ പുറത്താക്കി. ആ ദുരാത്മാക്കൾ പെട്ടെന്ന് യേശുവിനോട് ഒരു അപേക്ഷ കൊടുത്തു. സ്തോത്രം, അതെ, ഞങ്ങൾ ഈ പന്നിയിൽ പ്രവേശിക്കട്ടെ. എവിടെ പ്രവേശിക്കട്ടെ പറഞ്ഞാട്ടെ?
പന്നിയിൽ പ്രവേശിക്കട്ടെ. അവിടെ പശു ആടോ ഇല്ലാഞ്ഞിട്ടാണോ പന്നിയിൽ പ്രവേശിച്ചത്? നോ. ശത്രുവിന് എപ്പോഴും ആഗ്രഹമാണ്, ശത്രുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അഴുക്കുള്ളതിൽ അവൻ പ്രവേശിക്കും. ഒരിക്കൽ കൂടെ, ശത്രുവിൻ്റെ ഏറ്റവും ഇഷ്ടമാണ് അഴുക്കുള്ളതിൽ അവൻ പ്രവേശിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് അവൻ്റെ പേര് അൺക്ലീൻ സ്പിരിറ്റ്, ദുരാത്മാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ അശുദ്ധാത്മാവ്. കേട്ടില്ല? അതൊരു ബലമില്ലല്ലോ മക്കളെ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ എന്താണ് അശുദ്ധാത്മാവ്? അശുദ്ധി ഉള്ളതിൽ പ്രവേശിക്കുന്നതാണ് അശുദ്ധാത്മാവ്. പന്നി എത്ര കുളിപ്പിച്ചു വിട്ടാലും വീണ്ടും പോകുന്നത് ചേറിലേക്കാണ്. ചില വ്യക്തികളെ എത്ര ഗുണദോഷിച്ചാലും, എത്ര കൗൺസിൽ ചെയ്താലും, എത്ര പറഞ്ഞാലും വീണ്ടും അവരുടെ ക്യാരക്ടർ മാറത്തില്ല. സ്തോത്രം. വീണ്ടും അവരുടെ ജീവിത നിലവാരം അതിലേക്ക് തന്നെയായിരിക്കും. സ്തോത്രം. ഇതുപോലെ പന്നിയിലാണ് പിശാച് കയറിയത്, ദുരാത്മാക്കൾ കയറിയത് പന്നിയിലാണ്. എന്നാൽ പ്രാവിറങ്ങി നിന്നത് ആടിൻ്റെ മേലാണ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തിരിക്കുന്നവരെ തൊട്ട് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ സ്നേഹിതരാണ്? നിങ്ങൾ ആടിൻ്റെ സ്നേഹിതരാണോ, നിങ്ങളുടെ പന്നിയുടെ സ്നേഹിതരാണോ? നിങ്ങൾ ആടിൻ്റെ സ്നേഹിതരാണോ, നിങ്ങളുടെ പന്നിയുടെ സ്നേഹിതരാണോ? പന്നികളുടെ അടുക്കലേക്ക് നിങ്ങൾ പോയാൽ അവൻ്റെ ചേറായിരിക്കും നിങ്ങളുടെ മേൽ വീഴുന്നത്. ആടിൻ്റെ അടുക്കലേക്ക് പോയാൽ പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളമായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത്. അർത്ഥം, നിങ്ങളെ അശുദ്ധിയിലേക്ക് തള്ളിയിടുന്ന, നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നവരെ അകറ്റി നിർത്തുക. ഫോണിലാകട്ടെ നേരിട്ടാകട്ടെ ഗോസിപ്പ് പറയുന്ന അമ്മാമ്മമാരെ അകറ്റി നിർത്തുക. കാരണം ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സ്തോത്രം നുണ കേൾക്കാനല്ല, ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. പല സമയത്ത് ദൈവത്തിൻ്റെ സഭ ഗോസിപ്പ് സെന്റർ ആണ്. ഇത് ഗോസിപ്പ് സെന്റർ അല്ല, ഇത് ക്രൈസ്റ്റ് സെന്റർ ആണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, ഇത് ഗോസിപ്പ് സെന്റർ അല്ല. പിന്നെ എന്താണ് പറ മക്കളെ? ലേഡീസ് മീറ്റിംഗുകാരെ കേൾക്കുന്നുണ്ടോ? ഇത് ഗോസിപ്പ് സെന്റർ അല്ല, ഇത് ക്രൈസ്റ്റ് സെന്റർ ആണ്. സ്തോത്രം. കാരണം നീ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിന്റെ സന്നിധിയിൽ എണ്ണി നീ കണക്ക് കൊടുക്കേണ്ടി വരും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്ട് തിരുവചനം പറയുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദുരാത്മാക്കൾ സ്തോത്രം എവിടെയാണോ പാപമുള്ളത്, എവിടെയാണോ നുണയുള്ളത്, ആരാണോ അപവാദം പറയുന്നത്, ആരാണോ വിഗ്രഹാരാധന ചെയ്യുന്നത്, ആരാണോ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോക്കുന്നത്, ആ വ്യക്തികൾ പ്രവേശിപ്പാൻ സത്താൻ ഇങ്ങനെ കാത്തിരിക്കുക. രണ്ട് മണ്ഡലങ്ങൾ നിങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കുക. പിടിച്ചോടാ അവളെ പിടിച്ചോടാ, അവനെ പിടിച്ചോടാ എന്ന് രണ്ട് മണ്ഡലങ്ങൾ കാത്തിരിക്കുക. ഒരു വശത്ത് തന്നെ താൻ ബലവാനെന്ന് കാണിപ്പാൻ യഹോവയുടെ കണ്ണൊക്കെയും ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു. പ്രിപ്പയർഡ് ടാബർനാക്കിളായിട്ട് ആരാണോ ഉള്ളത് അവരുടെ അടുക്കൽ അവരിൽ നിറയ്ക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. പ്രിപ്പയർഡ് ടാബർനാക്കിൾ. ഹല്ലേലൂയ. പ്രിപ്പയർഡ് ടാബർനാക്കിൾ. പ്രിപ്പയർഡ് ഒരുക്കപ്പെട്ട ടാബർനാക്കിളാണോ അവരെ നിറയ്ക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. ഇതാണ്ട് യാഗപീഠം വെച്ചു, താമ്രത്തൊട്ടി വെച്ചു. പിന്നെ അകത്ത് കയറിയപ്പോൾ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശ ഉണ്ടായിരുന്നു, അതേ നിലവിളക്കുണ്ടായിരുന്നു, ധൂപകലശം ഉണ്ടായിരുന്നു, അതിന് അപ്പുറത്തൊരു കർട്ടൺ ഉണ്ടായിരുന്നു. പിന്നെ ആർക്ക് ഓഫ് ദ കവനന്റ് നിയമപെട്ടകം ഉണ്ടായിരുന്നു. അതിന് മുൻപ് 2 കെരൂബുകൾ മറിച്ചിരുന്ന മേഴ്സി സീറ്റ് കർണാപീഠം ഉണ്ടായിരുന്നു. കർത്താവ് യെസ് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്, ഇതാണ് എൻ്റെ റെസിഡന്റ്. പിന്നെ മോശ യേശു നല്ലവൻ അവൻ വല്ലവൻ എന്ന് 120 കിലോമീറ്റർ സ്പീഡിൽ മോശ പാടേണ്ടി വന്നില്ല. അവൻ ക്രമീകരിച്ചപ്പോ ദാ വരുന്നു ഷെക്കനാ ഗ്ലോറി. ലൈഫ് ക്രമീകരിച്ചാൽ ഇന്നും നിറയ്ക്കുന്ന മഴമേഘമല്ല, മഹത്വമേഘമുണ്ട്. ജീവിതം ക്രമീകരിക്ക്, വാക്കുകളെ ക്രമീകരിക്ക്, രഹസ്യ ജീവിതങ്ങളെ ക്രമീകരിക്ക്, സ്തോത്രം പ്രവൃത്തിയെ ക്രമീകരിക്ക്. ഹല്ലേലൂയ. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ നടക്കുന്ന ചലിക്കുന്ന ദൈവത്തിൻ്റെ ടാബർനാക്കിളാണ്. എന്തോ ടാബർനാക്കിൾ മലയാളം പറഞ്ഞേ? അതെ, സമാഗമന. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ നടക്കുന്ന ദൈവിക കൂടാരമാണ്. ഒരിക്കൽ കൂടെ, ഞാൻ നടക്കുന്ന ദൈവിക കൂടാരമാണ്. ഫാദർ ബിഗമിൻസിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ദൈവിക കൂടാരമേ. എത്ര പേർ കേട്ടിട്ടുണ്ട്? എൻ ദേവനിൻ സന്നിധിയേ. ദൈവത്തിൻ്റെ കൂടാരം എവിടെയാ? ദൈവത്തിൻ്റെ കൂടാരം യെരൂശലേമിലല്ല, അതിനപ്പുറത്ത് റോമിലല്ല. നീയാണ് ദൈവത്തിൻ്റെ കൂടാരം. ദൈവം നിന്നിലാണ് വസിക്കേണ്ടത്. ദൈവം നിന്നിൽ വസിച്ചാൽ സ്തോത്രം മന്ത്രവാദിയുടെ പണി നഷ്ടപ്പെടും. ദേശാധിപതി അറബിക്കടലിലേക്ക് താമസം മാറ്റും. പ്രിയ ദൈവമക്കളെ, we have to prepare our life. നമ്മുടെ ലൈഫ് ഒരുങ്ങണം.
നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. സോ ഒന്നാമത്തെ തിയറി ഞാൻ പറഞ്ഞത് ഫാളൻ ഏഞ്ചൽസ് ആണ് എന്നാണ് സ്തോത്രം ചിലർ പറയുന്നത്. പക്ഷേ അതിന് വേദപുസ്തകത്തിൽ തെളിവില്ല കേട്ടോ. നമ്പർ 2, രണ്ടാമത്തെ സ്തോത്രം തിയറിയായി പറയുന്നത് ദേ മസ്റ്റ് ബി ദ പ്രീ ആഡമിക് റേസ്. ആദാമിന് മുമ്പുണ്ടായിരുന്ന തലമുറ അവർ മരിച്ചിട്ട് ദുരാത്മകളായി. ആദാമിന് മുമ്പ് ഒരു മനുഷ്യവർഗം ഉണ്ടായിരുന്നു, അവർ മരിച്ചിട്ട് ദുരാത്മാക്കളായി. ആദാമിന് മുമ്പ് ഒരു തലമുറയുണ്ടായിരുന്നു, അവർ മരിച്ചിട്ട് ദുരാത്മാക്കളായി. പക്ഷേ അത് വേദപുസ്തകത്തിൽ എവിടെ എഴുതിയിട്ടില്ല. സ്തോത്രം. ഈ ബൈബിളിൽ ഇല്ലാത്തത് നാളെ ഏത് ദൂതൻ വന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് പൗലോസിനോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുന്നു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, സ്തോത്രം, ഞാനാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ ഈ വചനത്തിൽ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കല്ലേ. അതുകൊണ്ട് സ്തോത്രം, അതെ, പ്രീ ആഡമിക് റേസിൽ പെട്ടവ സ്തോത്രം ആൾക്കാർ അവർ മരിച്ചിട്ടാണ് ദുരാത്മാക്കൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കല്ല. ആ തിയറിയുടെ പേരാണ് ഗ്യാപ് തിയറി. നിങ്ങൾ തിയോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കോണം കഴിയും ഗ്യാപ് തിയറി. ഒരു വാക്ക് പറഞ്ഞു പോകാം. സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സ്തോത്രം 1, 2, 3 വാക്യങ്ങൾ വേഗത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗ്യാപ് തിയറി ജസ്റ്റ് ഒന്ന് തൊട്ടു പോകാം. ആദിയിൽ എലോഹീം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. 2, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 1-ാം വാക്യത്തിനും 2-ാം വാക്യത്തിനും ഇടയ്ക്ക് ഉള്ളതായ ഒരു ഘട്ടമാണ് ഗ്യാപ് തിയറി എന്ന് പറയുന്നത്. സ്തോത്രം. ബൈ ദ ബൈ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ എലോഹീം, അതായത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിങ്ങൾ എബ്രായ വേദപുസ്തകത്തിൽ ആ 1-ാമത്തെ വാക്ക് വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നിങ്ങൾക്ക് 1-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. എനിക്ക് തെളിയിക്കാൻ അറിയത്തില്ല റിയലി, കാരണം ഞാൻ എബ്രായ ഭാഷ അധികം സ്തോത്രം കണ്ടിട്ടില്ല, ഒട്ടും പഠിച്ചിട്ടുമില്ല. സ്തോത്രം ചില വാക്കുകൾ മാത്രമേ എനിക്കറിയാം, ദാറ്റ്സ് ഓൾ. പക്ഷേ എബ്രായ ലേഖനത്തിൽ എബ്രായ ഭാഷയിലാണല്ലോ പഴയ നിയമം എഴുതിയത്. എബ്രായ ഭാഷയിൽ 1-ാമത്തെ വാക്ക് തന്നെ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ ക്രമം നിങ്ങൾ വെച്ച് നോക്കിയാൽ, അക്ഷരങ്ങളെ വാല്യൂ വെച്ച് നോക്കിയാൽ നിത്യതയിൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരു ക്രൂശ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സോ നിത്യതയിലെ യേശു കർത്താവിൻ്റെ ക്രൂശ് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. സോ ക്രൂശ് എന്ന് പറയുന്നത് മടികൂടാതെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗാഡ്. കുരിശ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ്. പേഴ്സണലി പറയട്ടെ, വ്യക്തിപരമായി നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ വന്നതായ കുരിശ് യാദൃച്ഛികമല്ല, ദൈവം അനുവദിച്ചതാണ്. ദൈവമക്കളെ, വ്യക്തികളെ, കുടുംബങ്ങളെ, എൻ്റെ കണ്ണി നോക്ക്. ഒരു കുരിശ് ദൈവം അനുവദിച്ചു എങ്കിൽ നീ തൊലയാനല്ല, നിനക്കൊരു റിസറക്ഷന് വേണ്ടിയാണ് കുരിശ് ദൈവം അനുവദിച്ചത്. കാരണം ആത്മീയ ജീവിതം ഒരിക്കലും പരാജയമല്ല. ഓക്കെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം, ഭൂമി എന്തായിരുന്നു? പാഴായിരുന്നു, ശൂന്യമായിരുന്നു. കേക്ക്, ദൈവം ഒരിക്കലും പാഴായിട്ടും ശൂന്യമായിട്ടും ഒരിക്കലും ഒന്നിനെയും സൃഷ്ടിക്കത്തില്ല. നിൻ്റെ വീട്ടിൽ ഒന്നും പാഴല്ല, നിൻ്റെ മക്കൾ പാഴല്ല, നിൻ്റെ ജോലി, നിൻ്റെ വരുമാനം, നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ ആരോഗ്യം ഒന്നും പാഴല്ല. കാരണം ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സകല നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വെളിച്ചങ്ങൾ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച ദൈവകൃപയാൽ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒന്നുപോലും പാഴാകത്തില്ല. തക്ക സമയത്ത് എല്ലാം ഫലം കായ്ക്കട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ, തക്ക സമയം. അപ്പോൾ എങ്ങനെയാണ് ഭൂമി പാടായത്? എങ്ങനെയാണ് ശൂന്യമായത്? എലോഹിമിൽ പാടില്ല, എലോഹിമിൽ ശൂന്യതയില്ല, പിന്നെ എങ്ങനെയാണ് പാടും ശൂന്യമായത്? അപ്പോഴാണ് അവിടെ ലൂസിഫറിനെ വെട്ടി ഇട്ടത്. ലൂസിഫർ എവിടെ കയറുന്നോ അവിടെ ശൂന്യത വരും, അവിടെ പാടുണ്ടാക്കും. സാത്താൻ എവിടെ വരുന്നോ അവിടെ ശൂന്യത വരും, അവിടെ പാട് വരും. എക്സാക്ട്ലി, ബി കെയർഫുൾ. നിങ്ങളുടെ വീട്ടിലേക്ക് റോങ് പീപ്പിൾ വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് റോങ് പീപ്പിൾ വന്നാൽ അത് അവർ കൊണ്ടുവരുന്നത് പാഴായിരിക്കും, അവർ ശൂന്യമായിരിക്കും. എന്നാൽ ദൈവമക്കൾ വന്നാൽ, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നാൽ, ദൈവം അയച്ചിട്ട് ഒരു സ്ത്രീ വന്നാൽ, സ്തോത്രം, അനുഗ്രഹമായിരിക്കും വരുന്നത്. ഹല്ലേലൂയ. ബെസ്റ്റ് എക്സാമ്പിൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയട്ടെ. സ്തോത്രം. അതെ, രൂത്ത് ബോവസിൻ്റെ വീട്ടിൽ വന്നു. രൂത്ത് ബോവസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്തോ കേൾക്കുന്ന പാട്ട്, എന്തോ ആ പാട്ട്? അവൾ ചോദിച്ചു, മോവാബ് ദേശക്കാരി. അവൾ ചോദിച്ചു, എന്തോ ആ പാട്ട്? പുതിയ ഹസ്ബൻഡ്, എന്തോ ആ പാട്ട്? പുതിയ ഹസ്ബൻഡ്, അവൻ്റെ പേരെന്തോ? ബോവസേ. സ്തോത്രം. അതെ, ആ പുതിയ കേൾക്കുന്ന ആ പാട്ടെന്താ? അത് കൊയ്ത്ത് പാട്ട്. നീ വന്നതോടെ ഇതാ കൊയ്ത്ത് പാട്ട് ആരംഭിച്ചിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആ വിവാഹം നടന്നതോടെ ദൈവകൃപയാൽ കൊയ്ത്ത് പാട്ട് ആരംഭിക്കണം. ദൈവം അയച്ചിട്ട് വരുന്ന വ്യക്തികളെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. സോ യേശു അപ്പച്ചൻ ഇല്ലാത്തതെല്ലാം ഗേറ്റിന് പുറത്ത് നിൽക്കട്ടെ.
കടിക്കുന്ന പട്ടിയുണ്ട് എന്നല്ല ബോർഡ് വെക്കേണ്ടത്, ഗർജിക്കുന്ന സിംഹമുണ്ട്. ഗർജിക്കുന്ന സിംഹമുണ്ടെങ്കിൽ എല്ലാ കുറുക്കൻ പടകളും യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കട്ടെ. എല്ലാ തന്ത്രം പിടിച്ചവരും, എല്ലാ തന്ത്രം പറയുന്നവർ, സ്തോത്രം, മാറി നിൽക്കട്ടെ. തന്ത്രികൾ, തന്ത്രം മെനയുന്നവർ നിങ്ങളുടെ വീട്ടിൽ സ്ഥാനമില്ല. ഗിബയോനിയർ നിങ്ങളുടെ വീട്ടിൽ സ്ഥാനമില്ല. ഗിബയോനിയർ യോശുവയുടെ പുസ്തകത്തിലുള്ള ഒരു കാര്യം, എൻ്റെ നോട്ടിലില്ല. അവർ വേഷം കെട്ടിയാണ് വന്നത്. പലരും ഇതുപോലെ വേഷം കെട്ടി ചർച്ചിൽ വരാറുണ്ട്. ചർച്ച എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഡ്രാമ പ്ലേസായി ഇന്ന് തീർന്നിരിക്കുകയാണ്. വേഷം മാറി പലരെ നമ്മളെ സെഡ്യൂസ് ചെയ്യാൻ, വശീകരിപ്പാൻ ഗിബിയോനിയർ വരാനുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പക്ഷേ അവരെ ഒറ്റ നോട്ടത്തിൽ സ്കാൻ ചെയ്യേണ്ട ദൈവകൃപ എനിക്കും നിനക്കും ആവശ്യമാണ്. ഹല്ലേലൂയ. ഗിബിയോനിയർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നീ ഒരു യോദ്ധാവാണ്. യോശുവ തലമുറ പറഞ്ഞാട്ട് മക്കളെ ശബ്ദം ഉയർത്തി പറ. യോശുവ തലമുറ ഡെലിവറൻസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഡെലിവറൻസ്, സ്തോത്രം. യോശുവ പോലെയാണ് നിങ്ങൾ കാൽ വെച്ച ദേശം അവകാശമാക്കിയാണ്. മെട്രോയിലും DD DDRCയിലും മാത്രമല്ല സ്കാനിങ്. ഞാൻ വാക്കിംഗ് സ്കാനിങ് ആണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ സ്കാനിങ്. ഹല്ലേലൂയ. നിർത്തേണ്ടടുത്ത് നിർത്ത്. ഹല്ലേലൂയ. ആരും നിങ്ങളെ വഞ്ചിക്കല്ല്. ഹല്ലേലൂയ. രാവിലെ ഒരു പള്ളിയിൽ, വൈകിട്ട് വേറൊരു പള്ളിയിൽ. രാവിലെ വേറെ എങ്ങാണ്ട്, വൈകിട്ട് സ്തോത്രം ക്രൈസ്റ്റ് സെൻ്ററിൽ. നിനക്ക് 2 ഭർത്താവില്ല, 2 ഭാര്യയല്ല, 2 കുടുംബമില്ല, 2 പള്ളിയില്ല, 2 പാതിരിയില്ല. കമോൺ. ഒരു വിശ്വാസം, ഒരാത്മാവ്, ഒരു സഭ. ഇല്ലാത്തതെല്ലാം വീട്ടിൽ പോകും. ഹല്ലേലൂയ. അല്ലാതെ മൃഗത്തെ കാണുമ്പോൾ സ്തോത്രം പല്ലും കാണിച്ച്, പക്ഷിയെ കാണുമ്പോൾ ചിറകും കാണിക്കുന്ന കാപട്യം നിർത്ത്. കാപട്യത്തിന് ആത്മാവ് വിട്ടുമാറട്ടെ. സ്തോത്രം. യോശുവയ്ക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ യോശുവേക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. താങ്ക് ഗോഡ് ഫോർ ഹിം. യോശുവേക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു വ്യക്തി വരുമ്പോൾ, ഒരു കുടുംബം വരുമ്പോൾ ഉടനെ ഐഡൻറ്റിഫൈ ചെയ്യുക. വിവേചനം നിങ്ങൾക്ക് ആവശ്യം. റോങ് പീപ്പിൾ വരുന്നത് എന്തിനു വേണ്ടിയാണ്? പാഴും ശൂന്യമാക്കാൻ വേണ്ടിയാണ് വരുന്നത്. നിങ്ങളുടെ ക്വാളിറ്റി തകർക്കാനാണ് വരുന്നത്. ദൈവകൃപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. എഴുതിയെടുക്ക. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലെങ്കിൽ ഐ ഗ്യാരണ്ടി യു, നിങ്ങൾ നോക്കിയായിരിക്കും മറ്റുള്ളവർ പഠിക്കുന്നത്. ഒരിക്കൽ കൂടെ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാലല്ല, നിങ്ങൾ തലയായിരിക്കും. തലയിൽ നിന്നായിരിക്കും മറ്റുള്ളവരിലേക്ക് വരുന്നത്. സ്തോത്രം. ഇത് എന്തൊരു ഉപദേശം, കഠിനോപദേശം എന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയല്ല, അത് ക്വാളിറ്റിക്ക് വേണ്ടിയാണ്. ബ്യൂട്ടിഫുൾ. ഇത് കേട്ടിട്ട് എനിക്കൊന്ന് ബലപ്പെടണം. ഹല്ലേലൂയ. ക്വാണ്ടിറ്റി കാണണമെങ്കിൽ 5 അപ്പം മുറിയുന്നിടത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ജനം മുഴുവൻ തിന്ന്, അപ്പം തിന്ന്, മീന് തിന്ന്, അപ്പം തിന്ന്, ഹോശന്ന പാടി നടക്കുന്നത് ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ക്വാളിറ്റി കാണണമെങ്കിൽ ആ മറുരൂപ മലയിലേക്ക് നോക്കിയേ. ആ ഹെർമോനിയ മലയുടെ മണ്ടയ്ക്ക് ഒരു അലക്കുകാരന് വിളിപ്പൻ കഴിയാത്ത ക്രമത്തിൽ അവിടെ ഫ്യൂ പീപ്പിൾ. പീറ്റർ ജെയിംസ് ആൻഡ് ജോൺ. അയ്യോ, എത്ര പറഞ്ഞാലും ബ്രദർ സുരേഷ് ബാബുവിന് ആ പ്രസംഗം മതി വരത്തില്ല. ഹല്ലേലൂയ. പീറ്റർ ജെയിംസ് ആൻഡ് ജോൺ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. ദൈവകൃപയാൽ നിങ്ങൾ മൈതാനത്തിൽ നിന്നല്ല ഹോശന്ന പാടേണ്ടത്. നിങ്ങൾ മറുരൂപയിലാണ്, അതേം മഹത്വത്തിലാണ് മറഞ്ഞിരിക്കേണ്ടത്. എവിടെയാ ശോഭൻ സാറേ ക്വാളിറ്റി? ഈ തലമുറയിൽ ക്വാളിറ്റിയുള്ള ദൈവജനം എന്ത് ചെയ്യേ? ക്വാളിറ്റിയുള്ള പ്രീച്ചേഴ്സ് എന്ത് ചെയ്യേ? ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യേ? ലൈഫിലെ ക്വാളിറ്റി ഉള്ളവരെന്ത് ചെയ്യേ? നാടകം കളിക്കുന്നവരുണ്ട്, വേഷം കെട്ടുന്നവരുണ്ട്, അവിടെയും ഇവിടെയും സ്തോത്രം കറങ്ങി നടക്കുന്നവരുണ്ട്, പലതിന് കൈ കൊടുക്കുന്നവരുണ്ട്, നാട്യം കാണിക്കുന്നവരുണ്ട്. പക്ഷെ ക്വാളിറ്റി, സ്വർഗം ചോദിക്കുന്നത് ക്വാളിറ്റി. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, ദൈവം ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഇപ്രകാരം ചോദിക്കും, വെർ ഈസ് മൈ ചർച്ച്? എൻ്റെ സഭ എന്തിയേ? വെർ ഈസ് മൈ ചർച്ച്? കാരണം ലോകത്തുള്ളത് എൻ്റെ സഭയിലുണ്ട്. ലോകത്തിലും നാട്യമുണ്ട്, സഭയിലും നാട്യമുണ്ട്. ലോകത്തിൽ നാടകമുണ്ട്, സഭയിലും നാടകമുണ്ട്. ലോകത്തിൽ എന്തൊക്കെ അശുദ്ധിയുണ്ട് മുഴുവൻ സഭയിലുമുണ്ട്. Come on, where is the church? റോങ് പീപ്പിൾ വരുന്നത് പാടും ശൂന്യമാക്കാൻ. ബി കെയർഫുൾ. ഇതൊക്കെ കേൾക്കാൻ ബുധനാഴ്ച ചിലർ വരത്തില്ല. കാരണം നന്നായി പോകും. ബുധനാഴ്ച വന്നാലേ ചിലപ്പോൾ നന്നായി പോയാലോ. പക്ഷെ ഞായറാഴ്ച ആകുമ്പോൾ പാലല്ലേ കൊടുക്കുന്നത്. കുഴപ്പമില്ല. ഹല്ലേലൂയ. സന്തോഷമുള്ള 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഫാളൻ ഏഞ്ചൽസ് അല്ല ദുരാത്മാക്കൾ. സ്തോത്രം. പിന്നെ ആഡാമിക് റേസ് അല്ല ദുരാത്മാക്കൾ.
എന്നാൽ യേശു കർത്താവ് പറഞ്ഞതനുസരിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ് അനുസരിച്ച്, സ്തോത്രം, ദുരാത്മാക്കൾ എന്ന് പറയുന്നത്, സ്തോത്രം, അതെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെ, ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെ. സ്തോത്രം, ജലപ്രളയത്തിന് ശേഷം, ജലപ്രളയത്തിന് തൊട്ട് മുമ്പ്, സ്തോത്രം, ജലപ്രളയത്തിന് മുമ്പ് ഭൂമിയിൽ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഇവരെയും ഭാര്യമാരായി എടുത്ത്, സ്തോത്രം, അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാക്കും എന്ന് അരുളി ചെയ്തു. കഴിഞ്ഞ നമ്മൾ ഗംഭീരമായി കേട്ടതാണ്. ഏകദേശം, സ്തോത്രം, ഹാനോക്കിൻ്റെ പുസ്തകം പറയുന്നതായ കാര്യമാണ് ഇത്. ഹാനോക്കിൻ്റെ പുസ്തകം പറയുന്ന ഒരു കാര്യം, ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ കാണുന്ന കാര്യമാണ് അത് വീണുപോയ ദൂതന്മാർ എന്ന് പറയുന്നതായ കാര്യം. ഹാനോക്കിൻ്റെ പുസ്തകം മനസ്സിലാക്കുക, അത് കാനോനല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിട്ട് ദൈവവചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 66 പുസ്തകങ്ങളാണ് കാനോൻ. അതുകൊണ്ട് ഹാനോക്കിൻ്റെ പുസ്തകം, ജൂബിലി ബുക്ക്, ജൂബിലി യുദ്ധ പുസ്തകം തുടങ്ങിയതായ പല പുസ്തകങ്ങളെന്ന് പറയുന്നത് കാനോനല്ല. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവശ്വാസമാകുന്ന ഈ 66 പുസ്തകമാണ്. ഹല്ലേലൂയ. എന്നാൽ ഹാനോക്കിൻ്റെ പുസ്തകം കോട്ട് ചെയ്തിട്ടുള്ള 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് 2 പത്രോസിലെ ലേഖനവും മറ്റൊന്ന് യൂദയുടെ ലേഖനവും. ഒരിക്കൽ കൂടെ, ഹാനോക്കിൻ്റെ പുസ്തകം കോട്ട് ചെയ്തിട്ടുള്ള 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് 2 പത്രോസിൻ്റെ ലേഖനവും, സ്തോത്രം, മറ്റൊന്ന് യൂദയുടെ ലേഖനവും. ഞാൻ വിഷയത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പറയുന്നതെന്നേ ഉള്ളൂ. 3ാമത്തെ തിയറിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഹാനോക്കിൻ്റെ പുസ്തകം, ഹാനോക്കല്ല ഹാനോക്കിൻ്റെ പുസ്തകം എഴുതിയത്. ഞെട്ടി, ഹാനോക്കല്ല ഹാനോക്കിൻ്റെ പുസ്തകം എഴുതിയത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെ 300 സംവത്സരം ഹാനോക്കിനോട് കൂടെ നടന്ന ഹാനോക്കല്ല ഈ ഹാനോക്കിൻ്റെ പുസ്തകം എഴുതിയത്. ചില പ്രത്യേക പുസ്തകങ്ങളുടെ ഒരു പ്രത്യേക പേരുണ്ട്, ഇപ്പോൾ പറയാൻ എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ആ പുസ്തകങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നു. ചിലരെ മാനിക്കുവാൻ അവരെ പേരിൽ വേറെ ആരോ എഴുതിയ പുസ്തകം, ചിലരെ മാനിക്കുവാൻ അവരെ പേരിൽ വേറെ ആരോ എഴുതിയ പുസ്തകം. അമേരിക്കയിൽ പോയി വേറെ ആരുടെയെങ്കിലും പുസ്തകം നമ്മൾ അടിച്ചു മാറ്റി നമ്മുടെ പേരിൽ, സ്തോത്രം, അത് പബ്ലിഷ് ചെയ്താൽ ജയിലിൽ കിടക്കും. വേറെ ആരെങ്കിലും, സ്തോത്രം, പറയുന്ന പ്രസംഗം നമ്മൾ അടിച്ചു മാറ്റി പുസ്തക രൂപത്തിൽ നമ്മൾ പബ്ലിഷ് ചെയ്താലേ തിന്നാം. ഇന്ത്യയിൽ ആ നിയമം വന്നിട്ടില്ല, അതുകൊണ്ടാണ് പലരും ഇന്ന് ജയിലിന് പുറത്ത് താമസിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, സ്തോത്രം, നോക്കിക്കേ, അത് തിരുവചനം പറയുന്നു. നോക്ക്, ആ മനുഷ്യ പറയുന്നത് വിശ്വസിക്കല്ലേ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. സ്തോത്രം, നോക്കി. അപ്പോൾ സ്തോത്രം, ഹാനോക്കല്ല ഈ പുസ്തകം എഴുതിയത്, ഹാനോക്കല്ല ഈ ബുക്ക് എഴുതിയത്. സ്തോത്രം, ഹാനോക്കിൻ്റെ പേരിൽ കർത്താവ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് വേറെ ചില യഹൂദ റബിമാർ ഉൾപ്പെടെയുള്ള ചില എഴുത്തുകാർ എഴുതിയതാണ് ഈ പുസ്തകം. അപ്പോൾ ഹാനോക്കിൻ്റെ പേരിൽ വേറെ ചിലർ എഴുതിയപ്പോൾ തന്നെ അത് കള്ളമെന്ന് തെളിഞ്ഞില്ലേ? കള്ളപ്പുസ്തകം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റൂ? ഇതിൻ്റെ ഹെഡിങ് തന്നെ നോക്ക്, എന്തോ സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകത്തിൽ എങ്ങനെയാണ് കള്ളം കയറുന്നത്? ഗാട്ട് ഇറ്റ്? സ്തോത്രം. അതുകൊണ്ടാണ്, അതെ, സ്തോത്രം, ഹാനോക്കിൻ്റെ പുസ്തകം പോലെയുള്ളതായ പുസ്തകങ്ങൾ ഇതിനകത്ത് കയറാത്തത്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, വ്യാജം നിലനിൽക്കത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ പ്ലീസ്. ചേച്ചി, കോവിഡ് ചത്തേ, ഇനിയെങ്കിലും അമ്മൂടി മാറ്റ്. വ്യാജം നിലനിൽക്കത്തില്ല, വ്യാജം നിലനിൽക്കത്തില്ല. സത്യം നിലനിൽക്കും. മാത്രമല്ല, സത്യത്തെ ഇനി കുഴിച്ചിട്ട് നോക്ക്, 3-ാം ദിവസം സത്യം ഉയർത്തെഴുന്നേൽക്കും. എത്ര വ്യാജം കളിച്ചാലും വ്യാജം നിലനിൽക്കത്തില്ല. അവസാനം നാറിപ്പോവും, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്നത്തോടെ എല്ലാ വ്യാജങ്ങളും നമുക്ക് താഴ്ത്തി വെക്കാം. വേറെ ഒരു പാസ്റ്ററും പറഞ്ഞു തന്നില്ല, ഈ ഉള്ളവനെ പറഞ്ഞല്ലോ, ക്രൂശിച്ചോ, കൊണ്ടുപോയി ക്രൂശിച്ചോ. പക്ഷെ 3 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എത്ര സത്യം നിങ്ങൾ സത്യം പറയുന്നത് കൊണ്ട് ആരൊക്കെ നിങ്ങളെ ഒതുക്കാൻ നോക്കിയാലും ഒതുക്കാൻ നോക്കുന്നവർ നിശബ്ദരാകത്തേ ഉള്ളൂ. സത്യം സംസാരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഗ്യാരണ്ടി വളരെ ശക്തമായി പറയുന്നു, നിങ്ങൾ സുരേഷ് ബാബുവിനെയോ ക്രൈസ്റ്റ് സെന്ററിനെയോ അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ സത്യത്തിൻ്റെ സാക്ഷികളാകണം. നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞാൽ, ബ്രദർ, വാചനം ഇങ്ങനെ പറയുന്നു, വാ നമുക്ക് ഒരുമിച്ച് വാചനം പറയാം, വാ നമുക്ക് ഒരുമിച്ച് വാചനം പറയുന്ന പോലെ ജീവിക്കാം.
ജീവിതമാണ് ആയുധം. അല്ല അക്കൗണ്ടല്ല ആയുധം, പേരല്ല ആയുധം, പ്രസിദ്ധിയല്ല ആയുധം, വേറെ ഒരു കാര്യാതിയല്ല ആയുധം, ലൈഫാണ്. കുഞ്ഞാടിൻ രക്തത്താലും ബാക്കി മക്കളെ സാക്ഷിയൻ വചനത്താല്. അപ്പോൾ ഹാനോക്കിൻ്റെ പുസ്തകം കവറ് കള്ളം, അകത്തിരിക്കുന്ന കണ്ടന്റ് സത്യം. എനിക്കത് ഇഷ്ടപ്പെട്ടു. കവർ കള്ളം, ഹാനോക്കല്ല എഴുതിയത്, പക്ഷെ കവറിൽ എഴുതിയിരിക്കുകയാണ് ഹാനോക്കിൻ്റെ പുസ്തകം. കവർ കള്ളം, കണ്ടന്റ് സത്യം. കണ്ടന്റ് സത്യമാണല്ലോ ദൈവദാസനെ, അതുകൊണ്ടാണ് കോട്ട് ചെയ്തത്. റെഫർ ചെയ്തില്ല, കോട്ട് ചെയ്തു. മനസ്സിലാകുന്നോ? അതുകൊണ്ടാണ് പത്രോസ് കോട്ട് ചെയ്തത്, ഹാനോക്ക് കോട്ട് ചെയ്തു. എൻ്റെ കോട്ടേഷൻ കണ്ടന്റ് കൊള്ളാം, പക്ഷെ കവർ കള്ളമാണ്, അതുകൊണ്ട് റെഫർ ചെയ്തില്ല. രണ്ടും ഓൾമോസ്റ്റ് സെയിം. എനിക്ക് തല ചൂടായി, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തല ചൂടായി. നിങ്ങളുടെ എല്ലാവരെയും തല ചൂടാവട്ടെ. കമോൺ. വെബ് സ്ട്രീം പോകുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. ഡിസ്കസ് ചെയ്യേണ്ട എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് സ്തോത്രം നിന്നിട്ട് പോകാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹാനോക്കിൻ്റെ പുസ്തകം കോട്ട് ചെയ്തു. ആര്? പത്രോസ് കോട്ട് ചെയ്തു, യൂദ കോട്ട് ചെയ്തു, പക്ഷെ റെഫർ ചെയ്തില്ല. പക്ഷെ യേശു കർത്താവ് മോശയെ റെഫർ ചെയ്തു. സ്തോത്രം. പൗലൂസ് കർത്താവ് യെശയ്യാവിനെ റെഫർ ചെയ്തു. യെശയ്യാവ് എഴുതിയിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു, മോശ പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു, ന്യായപ്രമാണം എഴുതിയിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ പത്രോസ്, യൂദ, സ്തോത്രം എന്നിവർ ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. കള്ളന്മാരെ ഇതിൽ കയറ്റിയിട്ടില്ല. കള്ളന്മാരെ പുൽപ്പിറ്റിൽ കയറ്റല്ല, കള്ളന്മാരെ വീട്ടിൽ കയറ്റരുത്. വ്യാജം കാണിച്ച് നടക്കുന്നവരെ, നാടകക്കാരെ ലീഡർഷിപ്പിൽ കയറ്റല്ല. അവർ വരട്ടെ, കൈയടിക്കട്ടെ, പൊക്കോട്ടെ. ബൈ, സി യു നെക്സ്റ്റ് സൺഡേ. കാരണം ഇത് സത്യമാണ്. കേട്ടോ രാമേൻ പറ, ബ്യൂട്ടിഫുള്ളാ. എനിക്കേ ഭയങ്കര ഞാനേ തുള്ളിച്ചാട്. ഇതെന്താ അവർ റെഫർ ചെയ്തതേ ഉള്ളൂ, കോട്ട് ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ ശക്തമായി പറയാൻ കർത്താവിനെ അതെ ഓർപ്പിച്ചു. സ്തോത്രം. നമ്മളെ ആരൊക്കെയോ കോട്ടല്ല ചെയ്യേണ്ടത്, നമ്മളെ റെഫർ ചെയ്യണം. കോട്ട് ചെയ്താൽ അവനെ അകറ്റി നിർത്തും. റെഫർ ചെയ്താൽ പറയാം, അവനെ വിളിക്കുക, അവൻ വരുന്നത് പ്രയോജനം. റെഫറി അവനെ റെഫറി, വാ, അവൻ വരുന്ന പ്രയോജനം, അവൻ വരുന്ന ചർച്ചിന് പ്രയോജനം, അവൻ എൻ്റെ കുട്ടിയെ കെട്ടുന്നത് പ്രയോജനം. യെസ് അവൻ എൻ്റെ വീട്ടിൽ വരുന്ന പ്രയോജനം, അത് ഞങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രയോജനം. മറ്റേ ചിലര് കവറ് ശരിയല്ലെങ്കിൽ അവർ പറയും, അവൻ അങ്ങ് കാസർഗോഡ് നിന്നോട്ടെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവൻ അകന്ന് നിൽക്കട്ടെ. മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞേ. കാരണം സ്തോത്രം, അതുകൊണ്ട് നിങ്ങൾക്ക് കവറും സ്തോത്രം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ കണ്ടന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ടാറ്റു അല്ലേ അടിച്ചത്? നല്ല ചെറുക്കനാണ്, ടാറ്റു ആണോ? അകന്ന് നിൽക്കട്ടെ. മുടിയല്ലേ നീട്ടിയത്? മറ്റേതൊക്കെ അല്ലേ? സാരമല്ല, മാറിയിക്കട്ടെ. കാരണം എൻ്റെ ദൈവം കവറും നോക്കും, അവൻ കണ്ടന്റും നോക്കും. വിശുദ്ധിയുടെ പ്രമാണം ഞാൻ പറയുന്നത് നോക്കിക്കൊള്ളണം. വീട്ടിലൊരു പ്രപ്പോസൽ വരുമ്പോൾ, സ്തോത്രം, ഒരു കമ്പനിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒരാൾ വരുമ്പോൾ, നീ രണ്ട് മണ്ഡലവും വളരെ ശക്തമായി നോക്കണം. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, അബദ്ധം പറ്റാതിരിക്കാൻ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നോക്കണം, അവരുടെ കവറും നോക്കണം, അവരുടെ കണ്ടന്റും നോക്കണം. ഇല്ലെങ്കിൽ അവൻ നാളെ നിന്നെ തേച്ചേച്ച് പോകും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കവർ വേസ്റ്റാണ്, കവർ മോശമാണ്. അങ്ങനെയുള്ള പല പുസ്തകങ്ങളുണ്ട്. അതെ, അതാണ് സ്തോത്രം ഹാനോക്കിൻ്റെ പുസ്തകം. പക്ഷേ ഹാനോക്കിൻ്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം വളരെ കൃത്യമായി ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആരാണ്? ദുരാത്മാക്കൾ വന്നിട്ട് സ്തോത്രം ചത്തുപോയതായ, ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടു പോയതായ മല്ലന്മാരുടെ ആത്മാക്കളാണ്. ഇപ്പോഴാണ് ഇത്രയും 1 മണിക്കൂറായപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, 1.25 മണിക്കൂറായപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ദുരാത്മാക്കൾ എന്ന് പറയുന്നത് ഫാളൻ ഏഞ്ചൽസ് അല്ല, വീണുപോയ ദൂതന്മാരല്ല. ദുരാത്മാക്കൾ എന്ന് പറയുന്നത് ആദാമിന് മുൻപ് ജീവിച്ചിരുന്നതായ വ്യക്തിത്വങ്ങളല്ല. ദുരാത്മാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ദുരാത്മാക്കൾ എന്ന് പറയുന്നത് നോഹയുടെ കാലത്തുണ്ടായതായ ജലപ്രളയത്തിൻ്റെ സമയത്ത് മരിച്ചു പോയവരുടെ ആത്മാക്കളത്രേ. സോ ദുരാത്മാ മണ്ഡലങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്, സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്, കാണപ്പെടുന്നത്
ദുരാത്മാവിൻ്റെ ആക്രമണം നിങ്ങൾ കാണുന്നത് സ്തോത്രം അത് ആഫ്റ്റർ ദ ഫ്ലഡ്, അത് നോഹയുടെ കാലത്തുള്ളതായ സ്തോത്രം ജലപ്രളയത്തിന് ശേഷമാണ്. ഇത് സ്തോത്രം ഹാനോക്കിന്റെ പുസ്തകം റെഫർ ചെയ്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, യേശു കർത്താവിൻ്റെ കാലത്ത് മുഴുവൻ യഹൂദന്മാർ ഇതായിരുന്നു വിശ്വസിച്ചിരുന്നത്. കർത്താവ് യേശുവിൻ്റെ കാലത്ത് മുഴുവൻ യഹൂദന്മാർ ഇതാണ് വിശ്വസിച്ചിരുന്നത്. അവരെന്തുകൊണ്ട് വിശ്വസിച്ചു? റബ്ബിമാർ അത് എഴുതിയതുകൊണ്ട്. ഹാനോക്കിൻ്റെ പുസ്തകം വന്ന് ഹാനോക്കിനെ മാനിച്ചെഴുതി. ഹാനോക്കിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഹാനോക്കിനെ ഭയങ്കര ഇഷ്ടം. ദൈവത്തോട് കൂടെ നടന്നു. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഹാനോക്ക്. ഞാൻ ചോദിക്കാം, അപ്പച്ച എന്തൊക്കെ വിശേഷം പറഞ്ഞു വന്നു? കൂടെ നടന്നില്ലേ? കർത്താവ് എന്തോ പറഞ്ഞു നടന്നു? ചുമ്മാ നടന്നു. കർത്താവ് എങ്ങനെ നടന്നു? കർത്താവ് വളരെ ഗൗരവമായി പെന്തിക്കോസ് പാസ്റ്റർ പോലെ. നോ, എൻ്റെ കർത്താവ് ഡിഗ്നിറ്റി അല്ല, ഹി ഈസ് ഗാഡ് ഓഫ് ലവ്. അടുത്തിരിക്കുന്ന തൊട്ട് പറ, സ്നേഹം സംസാരിക്കും. പറഞ്ഞാട്ടെ, സ്നേഹം സംസാരിക്കും. ഒരു വലിയ ഉദ്യോഗസ്ഥൻ കൂടെ നടക്കുമ്പോൾ സംസാരിക്കത്തില്ല, കാരണം പുള്ളിക്ക് ഡിഗ്നിറ്റിയാണ്. ഇന്ന് 15 വിശ്വാസി വന്നാൽ തന്നെ ചിലർക്ക് തലക്കനം കൂടും, ഹൃദയം ചുരുങ്ങും. അത് വേറൊരു പ്രസംഗം. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് തലക്കരമില്ലാത്തവരാ, അല്ലെങ്കിൽ പിതാവായ ദൈവം തലക്കരയില്ലാത്തവരാ. കർത്താവ് എത്ര പറഞ്ഞാലും അവന് മതി വരത്തില്ല. അതുകൊണ്ട് ഹാനോക്ക് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റബിമാർക്ക് ഹാനോക്ക് ഭയങ്കര അവർക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കാം ഹാനോക്കിൻ്റെ പേരിൽ ഇരുന്നോട്ടെ ഒരു പുസ്തകം. പക്ഷെ കാനോനിൽ കയറിയില്ല, കള്ളം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഹാനോക്കിൻ്റെ പുസ്തകം പറയുന്നു, സ്തോത്രം അതേ ജലപ്രളയത്തിന് ശേഷം മരിച്ചുപോയതായ, ജലപ്രളയത്താൽ നശിച്ചു പോയതായ മല്ലന്മാരുടെ ആത്മാക്കളാണ് ദുരാത്മാക്കൾ. യേശു കർത്താവ് അതിനെ സ്തോത്രം അതേ സ്വാധീകരിക്കുന്നതായ രീതിയിലാണ് കർത്താവ് അത് സംസാരിച്ചത്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 43, 44, 45 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 43, 44, 45 വാക്യങ്ങൾ നോക്കിയേ. എല്ലാവരും ശബ്ദമുയർത്തി വായിക്കേ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യന് വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല. താൻ പോന്ന ശേഷം എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാത്തതാകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ തന്നെ സംഭവിക്കും. ട്രാൻസ്ലേഷൻ തെറ്റ്. സ്തോത്രം. അതെ, കാരണം ഒരു വ്യക്തിയിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയ ശേഷം, സ്റ്റേ ഇൻ ഡെലിവറൻസ്, ഒരു വ്യക്തിയിൽ നിന്ന് ദുരാത്മ മാറിയ ശേഷം ആ വ്യക്തിയെ വിടുതലിൽ തന്നെ വസിക്കാനുള്ള ഉപാധികൾ പറഞ്ഞു കൊടുക്കുക, ദൈവവചനം കൊടുക്കുക, ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് നടത്തുക. സ്തോത്രം. അതെ, അതുപോലെ ആത്മീയ കൂട്ടായ്മയിൽ, ആത്മീയ അന്തരീക്ഷത്തിൽ ആ വ്യക്തിയെ സൂക്ഷിക്കുക. ഉപ്പ് മാങ്ങയാണെങ്കിൽ പുറത്ത് ഉഷ്ണത്തിലല്ല ഇരിക്കേണ്ടത്, ഉപ്പ് ഭരണിക്കകത്താണ് ഇരിക്കേണ്ടത്. ഇതുപോലെ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആത്മീയ അന്തരീക്ഷത്തിലാണ് ഇരിക്കേണ്ടത്. ആ വ്യക്തിക്ക് കൂട്ടായ്മ ആവശ്യം, പ്രത്യേകിച്ച് ചേർച്ച് എന്ന കൂട്ടായ്മ ആവശ്യം. കാരണം കൂട്ടായ്മ ഇല്ലെങ്കിൽ, സ്തോത്രം, അതെ, അവൻ കനൽക്കട്ടയല്ല, അവൻ കരിക്കട്ടയായി പോകും. അപ്പോൾ അടിച്ചലങ്കരിച്ച് കാണാം. ട്രാൻസ്ലേഷൻ തെറ്റ്. അടിച്ചലങ്കരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് നീ കാണണം. സ്തോത്രം. അതെ, നിന്നിൽ ആരുണ്ടായിരിക്കണം? നിന്നിൽ കർത്താവ് ഉണ്ടായിരിക്കണം. അതാണ് അലങ്കാരം. നിന്റെ അലങ്കാരം എന്ന് പറയുന്നത് സോഫയല്ല, TV അല്ല, സ്തോത്രം, അതേ, പണമല്ല, പത്രാസല്ല, ഗ്ലാമർ അല്ല. നിന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്ന കർത്താവാണ്. ഈ ഊടാടി നടക്കുന്ന ദുരാത്മാക്കൾക്ക് നിന്നെ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന യേശുവിനെ അറിയാം. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞു. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ദുരാത്മാക്കൾക്ക് നിന്റെ ഉള്ളിലിരിക്കുന്ന യേശുവിനെ അറിയാം. നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ അവർക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് മോശവത്സലം ശാസ്ത്രിയാനെന്ന് പേരുള്ളതായ ഒരു ദേവദാസൻ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് പാർത്തിരുന്നു. അദ്ദേഹം, സ്തോത്രം, അതെ, പഴയകട എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം, സ്തോത്രം, വെള്ളയമ്പലത്തിനടുത്ത് ഒരു ദിവസം കയറി നിന്നപ്പോൾ ഒരു വല്ലാത്ത ഘോഷയാത്ര പോവുകയാണ്. ആ ഘോഷയാത്രക്കാർ പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ ആനയ്ക്ക് പോകാൻ പറ്റത്തില്ല. വായ്, ഒരു ഞാഞ്ഞൂൽ ഉപദേശി അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഘോഷയാത്ര നയിച്ചതായ ദുരാത്മാവിനറിയാം. വേദപുസ്തകം കൊണ്ട് ഒരുത്തൻ റോഡിൽ ട്രാഫിക് ബ്ലോക്ക്, ഞാൻ എങ്ങനെ പറയട്ടെ, ദുരാത്മ മണ്ഡലങ്ങൾക്ക് നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ കഴിയും.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം അലങ്കരിച്ച് കാണണം. അതുകൊണ്ട് ഒരു ദുരാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ നിശ്ചയമായി അലങ്കരിച്ച് കാണണം. ഈ തിയറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്തോത്രം അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ളത്. യേശു കർത്താവ് അതാണ് പറഞ്ഞത്. സ്തോത്രം അക്കാലത്തുണ്ടായിരുന്നതായ അതേ ആത്മമണ്ഡലം യഹൂദന്മാർ അതാണ് സ്തോത്രം വിശ്വസിച്ചത്. ജലപ്രളയത്തിന് ശേഷം നശിച്ചു പോയതായ ജയൻസ് അവരായിരുന്നു സ്തോത്രം. അങ്ങനെയായിരുന്നു ദുരാത്മാക്കൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഭൂതം ബാധിച്ചവരെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഭൂതം ബാധിച്ചവരെ കണ്ടിട്ടുള്ളവർ മീൻസ് മാനിഫെസ്റ്റ് ചെയ്തത് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട്. പുറത്തു പോകുന്നതും കണ്ടിട്ടുണ്ട്. നല്ല രാമേം പറ. യെസ്, നമ്മളെ ഭൂതത്തെ ഇളക്കാനല്ല ദൈവം നമ്മെ നിയോഗിച്ചത്, ഭൂതത്തെ പുറത്താക്കാനാണ്. ഒരിക്കൽ കൂടെ, ഭൂതത്തെ ഇളക്കാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. ഭൂതത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ദൈവം നമ്മെ ഒരിക്കൽ കൂടെ, ഭൂതത്തെ ഇളക്കാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. ഭൂതത്തെ ഇൻ്റർവ്യൂ ചെയ്ത് വിട്ടയക്കാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. ഭൂതത്തെ പുറത്താക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ദുരാത്മാക്കൾ ബാധിച്ചതായ വ്യക്തികളിൽ സ്തോത്രം അസാമാന്യമായിട്ടുള്ള ബലം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അസാമാന്യമായാണ് ഈ ബലം. എന്താണ് ഈ ബലമാണ്? നെഫ്ലീംസ്, വീണു പോയതായ ദൂതന്മാരാൽ ഉണ്ടായതായ ആ മല്ലന്മാരുടെ ബലം. മുരിങ്ങക്ക കമ്പ് പോലെയുള്ള ആ പെണ്ണ്, എൻ്റെ തീയമേ, ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ബലമാണ്. 4 പേർ പിടിച്ചാൽ നിൽക്കത്തില്ല. കാരണം സ്തോത്രം അവളിൽ അപ്പോൾ കുടിയിരിക്കുന്നതായ അത് മല്ലൻ്റെ ശക്തിയാണ്. പക്ഷേ സ്തോത്രം, ഡോണ്ട് വറി, അവനേക്കാൾ വലിയവനാണ് കർത്താവ്. ഡെലിവറൻസ് മിനിസ്ട്രി നിങ്ങളല്ല ചെയ്യുന്നത്, കർത്താവാണ് ചെയ്യുന്നത്. കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സ്റ്റേ ഇൻ ഡെലിവറൻസ്, വിടുതൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് വേറൊരു എക്സാമ്പിളൂടെ പറയട്ടെ. ശൗലിൻ്റെ കാര്യമാണ്. പഴയ നിയമത്തിലെ രാജാവായ ശൗൽ. 1 ശമൂവേൽ പുസ്തകം 16-14 ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. 1 ശമൂവേൽ 16:14. ഒന്നാമത്തെ രാജാവായ ശൗലിന് ദുരാത്മാവ് ബാധിക്കുന്നു. എൻ്റെ കണ്ണിൽ നോക്കി ആ റെഫറൻസ് എഴുതിയിട്ട് പെട്ടെന്ന് എല്ലാവരും എൻ്റെ കണ്ണിൽ നോക്കി. 1 ശമൂവേൽ 16:17 അല്ല, 1 ശമൂവേൽ 16:14 എന്ന് എഴുതിയവരെല്ലാവരും നോക്കി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സഹോദരന്മാരെ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ദൈവം നമ്മെ അഭിഷേകം ചെയ്താൽ ആ അഭിഷേകത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇല്ലാൽ എന്നാ ചെയ്യും? സ്തോത്രം. ശത്രു ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നിനക്കിട്ട് പണിയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ മാനസിക രോഗികളായത്. അഭിഷേകം കളഞ്ഞപ്പോൾ, അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ പലര് മാനസിക രോഗികളായത് ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാക്റ്റിൽ അതിൻ്റെ വേർഡ് ബേസ്ഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 16:14. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറിയിട്ട് യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അടുത്ത വാക്യം സ്തോത്രം. അപ്പോൾ ശൗലിൻ്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നല്ലോ. ദൈവം അയച്ച ഒരു ദുരാത്മാവിനെ ബാധിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ സ്തോത്രം ശൗലിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദാവീദ് വരണമായിരുന്നു. ഒഴിഞ്ഞ കൈയോടെയല്ല ദാവീദ് വന്നത്. അവൻ്റെ കയ്യിലൊരു കിന്നരം ഉണ്ടായിരുന്നു. ഓ കമാൻ, അവൻ്റെ കയ്യിലൊരു കിന്നരം ഉണ്ടായിരുന്നു. അവൻ വന്ന് പ്രവചിച്ചപ്പോഴല്ല, കൈവച്ചപ്പോഴല്ല, പകരം അവൻ പാടിയപ്പോൾ, ഋജുവന്തയെ അവനൊന്ന് പാടിയപ്പോൾ, പിള്ളേരെന്തിയെ അവനെ വന്ന് പാടിയപ്പോൾ ആ ദുരാത്മാവ് അകന്നു നിന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ വിശ്വസിക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജിസൻ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും പാടുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആയിരക്കണക്കിന് ജനത്തിനത് വിടുതലാകട്ടെ. സോ ഇതിൻ്റെ സ്തോത്രം അതേ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ രാജാവിൽ ഈ ദുരാത്മാവ് കയറാൻ സാധ്യമായത്? ഈ ദുരാത്മാവ് ഈ രാജാവിൽ കയറാൻ എങ്ങനെയാണ് പറ്റിയത്? അനുസരണക്കേട്. അനുസരിക്കാത്തവൻ്റെ കൂടെ ആരുണ്ട്? അനുസരിക്കുന്നവരോട് കൂടെ അനുഗ്രഹമുണ്ട്. കാരണം അനുസരിക്കുന്നവരോട് കൂടെ ദൈവമുണ്ട്. ദൈവം ഉള്ളിടത്ത് സാത്താൻ അടുക്കാൻ പറ്റത്തില്ല. ദൈവം ഉള്ളിടത്ത് ശാപം നിൽക്കാൻ കഴിയത്തില്ല. ദൈവം ഉള്ളിടത്ത് സ്തോത്രം അതേ അനുഗ്രഹമാണുള്ളത്. എൻ്റെ ലൈഫിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവം വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാവട്ടെ. സ്തോത്രം. എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത, കീഴ്പ്പെടുക, മലയാളത്തിൽ തമിഴിൽ പറഞ്ഞാൽ കീഴ്പ്പെടുതൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം, താഴ്മയോടെ വിനയത്തോടെ നിൽക്കാത്ത, ഞാൻ പറയട്ടെ എനിക്കറിയാം, ഒന്നും പറയണ്ട എനിക്കറിയാം എന്ന് പറയുന്ന ആരുണ്ടോ അത് മേലത്തെ ശബ്ദമല്ല, താഴത്തെ ശബ്ദമാണ്. ഞാൻ പറയട്ടെ എനിക്കറിയാം, എൻ്റെതാണ്. നിൻ്റെതാ. പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിയാത്ത നീ അഹങ്കരിക്കല്ലേ. സ്തോത്രം. എവനുണ്ടല്ലോ, എവനെ ഈ അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, സ്തോത്രം, ശൗലിനെ ദൈവം
ഈ പിന്നിലൂടെ ആക്രമിക്കുന്ന ഒരു ജാതിയുണ്ടല്ലോ, അമാലേക്കനെ തകർക്കാനാണ് ദൈവം യവനെ രാജാവാക്കിയത്. ദൈവം തന്നെ ചർച്ചിൽ കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം തന്നെ ശുശ്രൂഷ കൊണ്ടുവന്ന ഒരു ഉദ്ദേശമുണ്ട്. അടുത്തിരിക്കുന്നത് നോക്കി പറ, ഉദ്ദേശം നിറവേറണം. ആ ഉദ്ദേശം നിറവേറുമ്പോഴാണ് നീ ഫലവൃക്ഷമാകുന്നത്, ഇല്ലെങ്കിൽ നീ പാഴ്വൃക്ഷമാണ്. എൻ്റെ കർത്താവേ, ഞാൻ പകുതിയായെന്നല്ല, ഞാൻ പറയാൻ വന്നത് പകുതിയായി. ഓക്കെ, സ്തോത്രം. നോക്ക്, അപ്പം നീ ദൈവം അതെ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി നിറവേറണം. അതല്ലെങ്കിൽ നീ ഒരു പാഴ്വൃക്ഷമാണ്. ശൗലേ, ബെന്യാമീൻ ഗോത്രക്കാരനെ, നീ യഹൂദ ഗോത്രക്കാരനല്ല. യഹൂദ ഗോത്രത്തിനാണ് യാക്കോബ് പ്രവചിച്ചു പറഞ്ഞതായ രാജദണ്ഡ്. പക്ഷെ എങ്ങാണ്ട് കടന്ന നിനക്ക് ദൈവം ഈ യഹൂദയ്ക്ക് കൊടുക്കേണ്ടത് ദൈവം ഇങ്ങനെ മാറിക്കൊടുത്തതുപോലെ ദൈവം നിന്നെ കൊണ്ടുവന്ന ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. സ്തോത്രം. നീ ആരായിരിക്കണം? നീ എന്ത് ചെയ്യണം? നീ അമാലേക്കനെ കൊന്നുകളയണം. പക്ഷേ അവനുണ്ടല്ലോ, അമാലേക്കനെ കിട്ടിയപ്പോൾ കൊന്നില്ല. ആ രാജാവിൻ്റെ പേരാണ് ആഗാഗ്. ആഗാഗിനെ അവൻ കെട്ടി, സ്തോത്രം, ഇസ്രായേൽ മുഴുവൻ കാണട്ടെ ഞാൻ എന്ത് നേടിയിരിക്കുന്നെന്ന്, എൻ്റെ നേട്ടം ഇസ്രായേൽ മുഴുവൻ കാണട്ടെ എന്ന് പറഞ്ഞ് അവൻ, സ്തോത്രം, അതെ, ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവന്നു. ബിന്ദുച്ചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. പ്രൈം വീഡിയോ എന്ന് പറയുന്നതായ ഒരു സംഭവത്തിൽ ഹൗസ് ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അത്, സ്തോത്രം, ആ സീരീസിൽ ഇത് വളരെ ഒരുവിധം നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോകുമ്പോൾ തൽമൂദ് ഇതാണ് പറയുന്നത്, ഹിസ്റ്ററി ഇതാണ് പറയുന്നത്. ആഗാഗ് എന്ന് പറഞ്ഞ രാജ്യത്തെയും അമാലേക്കിനെ ഓൺ ദ സ്പോട്ട് വെട്ടിക്കളയാനാണ് ദൈവം പറഞ്ഞത്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അല്ല ചെയ്യണ്ട, അപ്പം ചെയ്യണം. കമോൺ, കേട്ടോ, ആമേൻ പറഞ്ഞേ. എന്നാൽ സ്തോത്രം, ആഗാഗിനെ ശൗൽ കൊന്നില്ല. അപ്പം കൊല്ലാതെ, സ്തോത്രം, ഞാൻ എന്തോ ചെയ്തിരിക്കുന്നെന്ന് നാട്ടുകാരെല്ലാം അറിയട്ടെ എന്ന് പറഞ്ഞ് പ്രൈഡ്ഫുള്ളി, സ്തോത്രം, ഞാൻ ആരാണ്, ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കും, എൻ്റെ കൈക്കരുത്ത് നാട്ടുകാരെല്ലാം കാണട്ടെ എന്ന് പറഞ്ഞ് ആഗാഗിനെ അവൻ, സ്തോത്രം, ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ ദേശത്ത് അവനെ കൊണ്ടുവന്ന് അവനെ കുറിച്ച് മാറ്റി അവനിതാ, സ്തോത്രം, ആഗാഗിനെ കെട്ടിയിട്ടക്കുക, ബന്ധിച്ചിട്ടക്കുക. എല്ലാവരും കണ്ട് ഒരു 7 ദിവസം ആകട്ടെ, പിന്നെ കൊല്ലാം, നാട്ടുകാരെല്ലാം വന്ന് കാണട്ടെന്നേ. എൻ്റെ കൈക്കരുത്ത് അങ്ങ് ദൂരെയുള്ളവരും, ഇപ്പോൾ അടുത്തുള്ളവരല്ലേ കണ്ടുള്ളൂ, അങ്ങ് ദൂരെയുള്ള എല്ലാവരും വന്ന്, ഞാൻ ആരാണ്, മറ്റാർക്കുമില്ലാത്ത ഗ്ലോറി എനിക്ക് എന്നൊക്കെ ആരോ പറയുന്ന പോലെ ശൗൽ പറഞ്ഞു, എനിക്ക്, സ്തോത്രം, ആഗാഗിനെ ഞാനതാ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ കൊല്ലേണ്ടതായ ആഗാഗിനെ കൊല്ലാതെ, അമാലേക്യ രാജാവിനെ കൊല്ലാതെ ശൗൽ കൊണ്ടുവന്നു. അർത്ഥം, ശൗൽ അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് ഓപ്പൺ ഡോറാണ്. ദുരാത്മാവ് കയറാൻ നിനക്ക് ഓപ്പൺ ഡോറാണ് ശൗലേ. അനുസരിക്കാത്ത എല്ലാവരും കേൾക്ക്. ഭർത്താക്കന്മാരെ അനുസരിക്കാത്തത്, സ്തോത്രം, അനുസരിക്കേണ്ടവൻ അനുസരിക്കാത്ത എല്ലാവരും കേൾക്ക്. സ്തോത്രം, അതേ, ദുരാത്മാവ് കയറേണ്ട ഏറ്റവും വലിയ, സ്തോത്രം, ഡോറാണ് അനുസരണക്കേട്. സോ ഹിസ്റ്ററി ഇങ്ങനെയാണ് പറയുന്നത്, ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം, ആഗാഗ് എന്ന് പറയുന്നവൻ, അവൻ സാധാ രാജാവ് മാത്രമല്ല, അവൻ നമ്പർ 1 മന്ത്രവാദിയായിരുന്നു. അവനെ കെട്ടിയിട്ടക്കുക, അവൻ ആ കെട്ടിൽ കിടന്ന്, ചങ്ങലയിൽ കിടന്ന് അവൻ അങ്ങോട്ട് മന്ത്രം ചെയ്യാൻ തുടങ്ങി. മണ്ണിലും മണലിലുമൊക്കെ അവന് മന്ത്രം എഴുതി, മന്ത്രോച്ചാരണം പറഞ്ഞ് അവനിതാ മന്ത്രം ചെയ്തു. ആര് കൂടോത്രം ചെയ്താലും നിന്നെ തൊടത്തില്ല, പ്രൊവൈഡഡ് വിത്ത് നീ കർത്താവിൻ്റെ കവറിങ്ങിലാണെങ്കിൽ. എന്നാൽ ശൗൽ അനുസരണക്കേട് കാണിച്ച നിമിത്തം അവൻ കവറിങ്ങിന് പുറത്തു പോയി. മനസ്സിലാക്കുന്ന ആമേൻ പറ. ശൗൽ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം അവൻ ദൈവത്തിൻ്റെ കവറിങ്ങിന് പുറത്തു പോയതും ആഗാഗിൻ്റെ ദുരാത്മാവ്, ആഗാഗ് ചെയ്ത മന്ത്ര നിമിത്തമുള്ള ദുരാത്മാവ് ശൗലിൽ കയറി അവൻ ദുരാത്മാവ് ബാധിച്ചു. യഹോവ അയച്ചിട്ട്, മീനിങ് ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല. സഹോദരി സഹോദരന്മാരെ, ബി കെയർഫുൾ. ദൈവം നമ്മെ വിടുവിച്ചുവെങ്കിൽ, ദൈവം രോഗത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, പാപത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ദൈവം തിന്മകളിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദൈവത്തിൻ്റെ വിടുതൽ നമ്മൾ നിൽക്കണമെന്നുള്ളത്. സമയം പോയി, 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സോ ദുരാത്മാക്കൾ ആഫ്റ്റർ ദ ഫ്ലഡ്, നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ദുരാത്മാമണ്ഡലങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്. പഠിക്കുന്ന നിയമത്തിൽ നിങ്ങൾക്ക് മുഴുവൻ കാണുവാൻ തക്കൊണ്ട് കഴിയും. ദുരാത്മാവിൻ്റെ ആക്രമണങ്ങൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്രം, ഈ മല്ലന്മാർ, ജലപ്രളയത്തിൽ അതിജീവിച്ച ചില മല്ലന്മാരുണ്ടായിരുന്നു. പക്ഷെ ഒരു അവൻ്റെ സൈന്യം ആ മല്ലന്മാർ മുഴുവൻ തകർത്തു.
ആ പയ്യൻ്റെ പേരാണ് ദാവീദ്. സ്തോത്രം. രഹസ്യത്തിൽ കാട്ടിലിട്ട് ദൈവം ഒരുത്തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അപ്പൻ്റെ ആശ്വാസം കൊടുക്കാതെ, അമ്മയുടെ കരുതൽ കൊടുക്കാതെ, സ്തോത്രം, അതേ കാട്ടിലെ റഫ് ആൻഡ് ടഫ് സിറ്റുവേഷനിൽ ദൈവം അവൻ്റെ മസിലുകളെ ബലപ്പെടുത്തി. നിങ്ങൾക്ക് റഫ് ആൻഡ് ടഫ് സിറ്റുവേഷൻ ലൈഫിൽ വരുന്നെങ്കിൽ ദൈവം നിങ്ങളെ വലിയൊരു യോദ്ധാവായി കണ്ടിരിക്കുന്നു. ലൈഫിൽ വരുന്നതായ റഫ് ആൻഡ് ടഫ് സിറ്റുവേഷൻ നിങ്ങൾ, സ്തോത്രം, അതേ ക്രീം ഓൺ ദ കേക്കായി ഇരിക്കാനല്ല, പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് ഏതോ മല്ലന്മാരെ ഈ കാലഘട്ടത്തിൽ വീഴ്ത്തുവാൻ ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യുകയാണ്. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാൽ. സോ ദാവീദ് മല്ലന്മാരെ, സ്തോത്രം, അതേ കൊന്നു. ഏത് മല്ലന്മാരെ? ആഫ്റ്റർ ദ ഫ്ലഡ്, സ്തോത്രം, ജലപ്രളയ അതിജീവിച്ചതായ മല്ലന്മാരെ ദാവീദ് കൊന്നു. മോശയുടെ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു, യോശുവയുടെ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. മോശയ്ക്ക് കൊല്ലാൻ പറ്റിയില്ല, സ്തോത്രം, യോശുവയ്ക്ക് കൊല്ലാൻ പറ്റിയില്ല. ഞാൻ അവസാനമായി വിളിച്ചു പറയുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇനി അടുത്ത നമ്മൾ കാണുന്ന ജൂലൈയിലായിരിക്കും. ജൂൺ മാസത്തെ നിങ്ങൾക്കുള്ള, സ്തോത്രം, ആശംസാവാചകമായി ആയിട്ടല്ല, ആലോചനയായി ഞാൻ വിളിച്ചു പറയട്ടെ. നിങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പലർക്ക് കഴിയാത്തത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിങ്ങളുടെ ദൈവം സാധിപ്പിക്കാൻ വേണ്ടി പോകുന്നു. കമാൻ, കരങ്ങളെ അടിച്ച്. നിങ്ങൾക്ക് മുമ്പിൽ ജീവിച്ചിരുന്ന അപ്പച്ചന്മാർക്ക്, അമ്മച്ചുമാർക്ക് കഴിയാത്തത് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ സാധിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അതായിരുന്നു ദാവീദിന്റെ കാലം. ഹല്ലേലൂയ. ദാവീദ് മല്ലന്മാരെ ഉന്മൂലനാശം ചെയ്തു. സ്തോത്രം. അബ്രഹാമിന് കഴിഞ്ഞില്ല. അതെ, അബ്രഹാം യുദ്ധം ചെയ്തു, പക്ഷേ അബ്രഹാമിന് അത് കഴിഞ്ഞില്ല. മോശ യുദ്ധം ചെയ്തു, മോശയ്ക്ക് കഴിഞ്ഞില്ല. യോശുവയും ധാരാളം യുദ്ധം ചെയ്തു, പക്ഷേ യോശുവയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ ദാവീദിലൂടെ ദൈവത്തിൻ്റെ കൃപയാൽ അത് സംഭവിക്കുകയുണ്ടായി. സ്തോത്രം. തുടർന്ന് മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കടന്നു വരുന്നതായ ആ ദുരാത്മമണ്ഡലങ്ങളെ കർത്താവ് യേശു ക്രിസ്തു കാണാനല്ല വന്നത്, പിശാചിൻ്റെ പ്രവൃത്തികളെ ആടിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യോഹന്നാൻ 3:8 യേശു കാണാനല്ല വന്നത്, പിശാചിൻ്റെ പ്രവൃത്തികളെ ആഴിപ്പാൻ തന്നെ. യോഹന്നാൻ തന്നെ വളരെ നന്നായി തന്നെ, ദിസ് ഈസ് ദ പർപ്പസ്, ദിസ് ഈസ് ദ പർപ്പസ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ദിസ് ഈസ് ദ പർപ്പസ്. ഞാൻ മീറ്റിംഗ്സിനൊക്കെ ഓപ്പണിംഗ് പ്രസംഗം പറയും, വേറെ ഒന്നും നടന്നില്ലെങ്കിലും ഇത് തന്നെ നടക്കണമായിരുന്നു, വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇത് തന്നെ സംഭവിക്കണമായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ ഒന്നാമത്തെ പ്രയോറിറ്റിയിൽപ്പെട്ട കാര്യം ഇത് തന്നെയായിരുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ ആഴിക്കണം. ഹല്ലേലൂയ. In the name of Jesus. ഹല്ലേലൂയ. മിഷൻ ട്രിപ്പിന് വേണ്ടി വീണ്ടും ഞാൻ പുറപ്പെടുമ്പോൾ ഒന്നാമതായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കേണ്ടത്, ദൈവം ചെയ്യേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കേണ്ടത്, ദൈവം ചെയ്യേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കേണ്ടത്, ദൈവം ചെയ്യേണ്ടത്. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയപ്പെടണം. യെസ്, ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവൃത്തികൾ കവറിംഗ് അണ്ടർ ദ ബ്ലഡ് ഓഫ് ജീസസ്. സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം ഒരുക്കം കാല് ചെരുപ്പായിട്ട് വിശ്വാസം എന്ന പരിധി ഏറ്റെടുത്ത് രക്ഷ എന്ന ശിരസ് മണിഞ്ഞ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളിനെ കൈക്കൊണ്ട് ഹല്ലേലൂയ സാത്താൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനെ. എഴുന്നേറ്റ് ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കുക. എഴുന്നേറ്റ് കൊലോസ്യലേഖനം 2:14-15 വാക്യങ്ങൾ. കൊലോസ്യലേഖനം 2:14-15 വാക്യങ്ങൾ. കൊലോസ്യ 2:14-15. സ്തോത്രം. കൊലോസ്യ 2:14-15. സ്തോത്രം. കൊലോസ്യലേഖനം 2:14-15 വായിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞ് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത വാക്യം. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വഹിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അടുത്ത് വായിക്കേ. അവരെ പരസ്യ കാഴ്ചയാക്കി. അവരെ പരസ്യ കാഴ്ചയാക്കി. ആരെ പരസ്യ കാഴ്ചയാക്കി? ആരെ? സ്തോത്രം. സാത്താനെ, അവൻ്റെ സൈന്യത്തെ കർത്താവ് യേശു ക്രിസ്തു പരസ്യ കാഴ്ചയാക്കി. പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. കാൽവരി ക്രൂശിന്മേൽ നടന്നത് ഒരു ഭയങ്കര പ്രദർശനമായിരുന്നു. കാൽവരി ക്രൂശിന്മേൽ നടന്നത് വലിയ പ്രദർശനമായിരുന്നു. കാൽവരി ക്രൂശിന്മേൽ നടന്നത് ആത്മമണ്ഡലത്തിൻ്റെ ഭയങ്കര ഒരു പ്രദർശനമായിരുന്നു. സ്തോത്രം. അതിന് 2 മണ്ഡലത്തിൽ അതിൻ്റെ കാഴ്ച കണ്ടു. ഒന്ന്, യേശു ക്രൂശിന്മേൽ തകർന്ന തരിപ്പണമായി കിടക്കുന്ന മനുഷ്യർ കണ്ടു. ഒന്ന്, അത് ഒരു വശം. സ്തോത്രം. യേശു കർത്താവ് തകർന്ന തരിപ്പണമായി ക്രൂശിൽ കിടക്കുന്നത് മനുഷ്യർ കണ്ടു. നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്നത്, നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നതൊക്കെ നാട്ടുകാർക്കാണ്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്തോത്രം. ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ എന്ത് സംഭവിക്കുന്ന? യെസ്, പരസ്യമായി സ്തോത്രം സംഭവിച്ചത്. അതിൻ്റെ ആത്മാമണ്ഡലത്തിന് ഒരു വശം സംഭവിച്ചത് എന്താണ്? സ്തോത്ര. യേശു കർത്താവ് പരസ്യമായി നിൽക്കുന്നത് അവർ കണ്ടു. അതുകൊണ്ടാണ് അവർ കളിയാക്കി പറഞ്ഞ, ഹേ ക്രിസ്തുവേ,
നീ നിന്നെ തന്നെ രക്ഷിക്കുക. അന്നത്തെ ഏറ്റവും വലിയ കളിയാക്കലാണ്, ഹേ ക്രിസ്തുവേ നിന്നെ തന്നെ രക്ഷിക്കുക. ഹേ ക്രിസ്തുവേ നിന്നെ തന്നെ രക്ഷിക്കുക. ഹേ ക്രിസ്തു. എല്ലാവരും പറഞ്ഞോട്ടെ, എന്താണ്? അങ്ങനെയല്ല മക്കളെ, ഞാൻ പറഞ്ഞ പോലെ പറ, കുറച്ചുകൂടെ ആരോഗ്യത്തോടെ. ഹേ ക്രിസ്തുവേ. ജനം ആക്ഷേപിച്ച് പറയുക, പരിഹാസത്തിന്റെ അങ്ങേയറ്റത്തെ പരിഹാസം. ഹേ ക്രിസ്തുവേ. ഇത് ഒരു വശം മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വശം മാത്രമേ നാട്ടുകാർ കണ്ടുള്ളൂ. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വശം മാത്രമേ ചേർച്ച് കണ്ടുള്ളൂ. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വശം മാത്രമേ ബന്ധുക്കൾ കണ്ടുള്ളൂ. പക്ഷെ മറുവശം എന്താണെന്നറിയാം കണ്ടത്? സ്തോത്രം. കൊലോസ്യ ലേഖനം 2 മക്കളെ ആ 15 വാക്യം ആവേശത്തോടെ നോക്കിയാട്ടെ. ആ 15 വാക്യം അവരെ പരസ്യ കാഴ്ചയാക്കി. സാത്താനെ, അവൻ്റെ ദുരാത്മ മണ്ഡലത്തെ കർത്താവ് പരസ്യ കാഴ്ചയാക്കി. കാരണം ഏതൊക്കെ അന്ധകാര ശക്തികളുണ്ടോ, ഏതൊക്കെ ഈവിൾ സ്പിരിറ്റ് ഉണ്ടോ, ഏതൊക്കെ ദുരാത്മാക്കളുണ്ടോ, ഏതൊക്കെ അശുദ്ധാത്മാക്കളുണ്ടോ, ഏതൊക്കെ സാത്താന്യ വാഴ്ചകളുണ്ടോ, ഏതൊക്കെ സാത്താന്യ അധികാരങ്ങളുണ്ടോ, ഏതൊക്കെ സാത്താന്യ സ്വർലോകങ്ങൾ ദുഷ്ടാത്മ സൈനികമുണ്ടോ, അവർ മുഴുവൻ കണ്ടു. പിശാചിന്റെ തല തകർക്കപ്പെടുന്നത് അവർ മുഴുവൻ കണ്ട്. അല്ലാതെ ഇത് രാജാക്കന്മാരെ കുറിച്ചോ രാജ്ഞിമാരെ കുറിച്ചോ അന്ന് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ അല്ല എഴുതിയിരിക്കുന്നത്. ആത്മമണ്ഡലത്തിൽ നടന്നത് പൗലൂസ് വെളിപ്പാടിൽ കണ്ടാണ് എഴുതുന്നത്. കൊലോസ്യ ലേഖനം 2 അധ്യായം ഈ ഭാഗം എഴുതി വരുമ്പോൾ പൗലൂസിന്റെ ഹൃദയ കണ്ണ് തുറന്നിട്ട് അണ്ടർ വേൾഡില് സ്തോത്രം ഭൂമിക്ക് അവൻ കയറിയെന്ന് വരുന്നതിന് അവന് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ. ആത്മമണ്ഡലത്തിൽ എന്താ നടന്നത് പൗലൂസിനെ കർത്താവ് കാണിച്ചു കൊടുത്തു. നോക്ക്. അപ്പോൾ പഴയ പാമ്പിന്റെ തല തകരുന്നത് കണ്ടപ്പോൾ പൗലൂസ് കണ്ടു അവന്റെ സൈന്യം മുഴുവൻ കിടുകിട വിറയ്ക്കുക. Come on, hallelujah. അവൻ്റെ സൈന്യം മുഴുവൻ വിറക്കിയ പരസ്യ കാഴ്ചയാക്കി. ഏത് ലോകത്തിൽ ഏത് രാജ്യത്തിൽ നിങ്ങൾ പോയാലും, ഏത് പട്ടണത്തിൽ നിന്നാലും, ഏത് ഫ്രീമേസനാണോ, ഏത് സാത്താന്യക്കാരനാണോ, ഏത് സാത്താന്യ ആരാധനക്കാരനാണോ, ഏതവൻ്റെ മുൻപിൽ നിന്നാലും there is power in the name of Jesus. യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഏത് നാമത്തിന് ശക്തിയുണ്ട്? യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ഈ ദുരാത്മാക്കളോർക്കും യവൻ നിൽക്കുന്നതുണ്ടല്ലോ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലാണ് അവൻ നോക്കുമ്പോൾ നിൻ്റെ ഉള്ളിലുള്ള യേശുവിനെയാണ് കാണുന്നത്. നിൻ്റെ സ്കിൻ ടോണല്ല, നിൻ്റെ ചർച്ചിൻ്റെ ബോർഡല്ല, നിൻ്റെ കുടുംബ പേരല്ല, നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, നിൻ്റെ ഉള്ളിലിരിക്കുന്ന കർത്താവ്. നിൻ്റെ ഉള്ളിലിരിക്കുന്ന കർത്താവ് നിമിത്തം അവൻ നിന്റെ മുൻപിൽ കീഴടങ്ങുന്ന. ആ കർത്താവിൻ്റെ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വചനം, നിങ്ങളുടെ വിശുദ്ധ ജീവിതം. 3 പാരാമീറ്റർ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുമോ, എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിക്കുമോ, സ്തോത്രം. സ്വസ്ഥത കൊടുക്കല്ലേ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സ്വസ്ഥത കൊടുക്കാതെ. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയർ ഒഴിഞ്ഞിടല്ലേ. അറ്റ്മോസ്ഫിയർ മൂകമാണെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, വല്ല നിരാശയുടെ ഭൂതവും അതുവഴി വരാൻ സാധ്യതയുണ്ട്. ആ അന്തരീക്ഷം മൂകമായിടല്ലേ, അന്തരീക്ഷം മൂകമാകല്ലേ. സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ച് വചനം വായിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് നോക്ക്. ഇൻ ദ നെയിം ഓഫ് ജീസസ്.